الحمد لله رب العالمين أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله صلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين أما بعد شروط وجوب الصوم നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്തുകൾ നിബന്ധനകൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി അയാൾക്ക് മേൽ നോമ്പ് നോൽക്കുക എന്നത് റമദാൻ മാസത്തിൽ നിർബന്ധമാകും എന്ന് പറയുന്ന കാര്യങ്ങൾ. ആദ്യം നമുക്കതൊന്ന് വായിച്ച് മാത്രം പോവാം. അൽ അവ്വലു അൽ ഇസ്ലാം, ഒന്നാമത്തെ കാര്യം മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ്. മുസ്ലിമായ ഒരാളായിരിക്കണം നോമ്പ് നോൽക്കുന്നത്. മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ. രണ്ടാമത്തെ കാര്യം തെക്ലീഫ് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക നിയമങ്ങൾ ബാധ്യതയാക്കപ്പെടാനുള്ള അവസ്ഥയും സാഹചര്യമുള്ള ആളായിരിക്കണം. ബുദ്ധിയുള്ള, പ്രായപൂർത്തി എത്തിയ, പകതിരിവുള്ള ആളായിരിക്കണം. 3 കാര്യങ്ങൾ: അൽ ബുലൂഗു വൽ അഖ്ലു വത്തമീസു. പിന്നീട് പറയാം, വിശദീകരിച്ച് പറയാം. 3 അൽ ഖുദ്റത്തു, നോമ്പ് നോൽക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം, കഴിവുണ്ടായിരിക്കണം. ശാരീരികമായ ശക്തിയില്ലാത്ത ആൾക്ക് നോമ്പ് നിർബന്ധമാവുകയില്ല. 4 അൽ ഇഖാമത്തു, എന്താ ഇഖാമ? യാത്രക്കാരനാകാതിരിക്കണം. നാട്ടിൽ താമസിക്കുന്നവന് മേലെ നോമ്പ് നിർബന്ധമാവുകയുള്ളൂ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. യാത്രക്കാരനാവരുത് എന്നുള്ളതാണ് ഇഖാമ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ താമസിക്കുന്നവനായിരിക്കും. 5 അൽ ഖുലൂ മിനൽ മവാനി. അൽ ഖുലൂ എന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കുക. ഖാലി എന്ന് പറഞ്ഞാൽ എന്താ? കാലി എന്നർത്ഥം. അറബിയിലെ ഖാലി, മലയാളത്തിൻ്റെ അർത്ഥം എന്താ? കാലിയായി. ഖുലൂ എന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കുക. അൽ ഖുലൂ മിനൽ മവാനി ജംഉ മാനി, തടസ്സങ്ങളിൽ നിന്ന് ശൂന്യമായിരിക്കണം, തടസ്സങ്ങളില്ലാതിരിക്കണം. അതായത് നോമ്പ് നോൽക്കുന്നതിൽ നിന്ന് തടയുന്ന കാര്യങ്ങൾ അവനിൽ ഇല്ലാതിരിക്കണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈദു നിഫാസാണ്. ഹൈദു നിഫാസ് ഉണ്ടെങ്കിൽ നോമ്പ് നോൽക്കാൻ പാടില്ല. അപ്പം അതില്ലാതിരിക്കണം. അൽ ഖുലൂ മിനൽ മവാനി. 5 കാര്യങ്ങൾ ഇതൊക്കെയാണ്: ഇസ്ലാമു, തക്ലീഫു, അൽ ഖുദ്റത്തു, അൽ ഇഖാമത്തു, അൽ ഖുലൂ മിനൽ മവാനി. 5 കാര്യം മനസ്സിലായില്ലേ? എളുപ്പത്തിൽ അതിൻ്റെ ഒരു ഏകദേശ അർത്ഥം മനസ്സിലായില്ലേ? മുസ്ലിമായിരിക്കണം, ഇസ്ലാമിക നിയമങ്ങൾ ബാധിക്കാൻ കഴിവുള്ള ആളായിരിക്കണം, തക്ലീഫ് ഉണ്ടായിരിക്കണം, 3 ഖുദ്റത്ത് ശക്തി ഉണ്ടായിരിക്കണം, 4 ഇഖാമ യാത്രക്കാരനല്ലാതിരിക്കണം, 5 നോമ്പ് നോൽക്കുന്നതിന് തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കണം. അതായത് ഹൈദോ നിഫാസോ ഇല്ലാതിരിക്കണം. ശരി, ഷുറൂത്ത് വുജൂബി സൗമി റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാകാൻ വേണ്ട നിബന്ധനകൾ. അൽ അവ്വലു, ഒന്നാമത്തേത് അൽ ഇസ്ലാമു, മുസ്ലിമായിരിക്കണം. ഫലാ യജിബു അലാ കാഫിറിൻ വലാ യസിഹു മിൻഹു, കാഫിറിനുമേൽ അത് നോട്ട് എല്ലാവരും ഓരോന്നെടുത്തിട്ട് പെട്ടെന്ന് കൊടുത്താൽ, ഒന്നെടുത്തിട്ട് ബാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഓരോരെടുത്തിട്ടാണ് പോയിക്കോളും. ഒന്നാമത്തെ കാര്യം അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കണം. ഫലാ യജിബു അലാ കാഫിർ, കാഫിറിനുമേൽ അത് നിർബന്ധമാവുകയില്ല. വലാ യസിഹു മിൻഹു, എന്താ വലാ യസിഹു മിൻഹു? അത് നോമ്പ് നോറ്റാലട്ടെ അത് ശരിയാവുകയുമില്ല. അപ്പോൾ ഒരു കാഫിറായ ഒരാൾ, അയാൾക്കുമേൽ നോമ്പ് നിർബന്ധമാവുകയില്ല എന്ന്, അതോടൊപ്പം ഇനി അഥവാ നോറ്റാൽ തന്നെയും ഫലാ യസിഹു മിൻഹു, അയാളിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല, ശരിയാവുകയില്ല, സാധുവാവുകയില്ല. കാഫിറിന് മേൽ നോമ്പ് നിർബന്ധമാവില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പരലോകത്തെത്തിയാൽ നോമ്പ് നോൽക്കാത്തതിന് അവന് ശിക്ഷയുണ്ടായിരിക്കില്ല എന്നല്ല. ഒരു മനുഷ്യൻ കാഫിറായാൽ അവൻ ഇസ്ലാമിൻ്റെ ഫുറൂഉ ശരിയ, ഇസ്ലാമിലെ വിധികൽപ്പനകളും മറ്റൊക്കെ ഒരു മനുഷ്യൻ്റെ മേൽ നിർബന്ധമാണ്. നിസ്കരിക്കലും നോമ്പെടുക്കലും സക്കാത്ത് കൊടുക്കലും ഹജ്ജ് ചെയ്യലൊക്കെ. പക്ഷെ അവൻ ഇസ്ലാം സ്വീകരിക്കാത്തിടത്തോളം കാലം അവനോട് ഇതൊന്നും പറയാൻ പറ്റുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനോട് പറഞ്ഞതുപോലെ, നീ യമനിലേക്കാണ് പോകുന്നത്, فليكن أول ما تدعوهم إليه شهادة لا إله إلا الله أن محمد فإن أقروا فعلموا أن الله افترض عليهم 5 صلوات. മുആദ്, നിങ്ങൾ പോകുന്നത് അഹ്ൽ കിതാബിൻ്റെ അടുത്തേക്കാണ്, അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു കൊടുക്കുക. അത് അവർ അംഗീകരിച്ചാൽ 5 നേരത്തെ നിസ്കാരം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചാലേ അവൻ്റെ അടുത്ത് നിന്ന് സ്വീകരിക്കുള്ളൂ. അതിൻ്റെ അർത്ഥം ഒരിക്കലും ഈ പറഞ്ഞത് ഉപേക്ഷിക്കുന്നതിന് അവന് കുറ്റമില്ല എന്നല്ല, മറിച്ച് ഇസ്ലാം സ്വീകരിക്കാത്തതിനും അവൻ തെറ്റുകാരനാണ്, ഈ പറഞ്ഞത് ചെയ്യാത്തതിനും അവൻ തെറ്റുകാരനാണ്.
പക്ഷേ ഇസ്ലാം സ്വീകരിക്കാത്തിടത്തോളം അവനോട് ഇത് കൽപ്പിക്കുന്നത് യാതൊരു അർത്ഥമില്ല. അന്ന് ചെയ്തതുകൊണ്ട് അവനിപ്പോൾ ഇനി നോമ്പ് എടുത്തു എന്ന് വിചാരിച്ചോളൂ, പരലോകത്തെത്തിയാൽ അവന് നോമ്പ് എടുത്തു എന്നതിൻ്റെ പേര് ശിക്ഷ കുറയുമോ? ഇല്ല. കാരണം അവൻ്റെ നോമ്പ് സ്വീകരിക്കാവുന്ന ഒന്നാമത്തെ നിബന്ധന അവൻ്റെ അടുത്തില്ല. അതേതാണ്? ഇസ്ലാമാണ്. ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിച്ചാൽ, വുളു ഇല്ലാതെ നിസ്കരിച്ചാൽ അയാളുടെ അടുത്ത് നിന്ന് നിസ്കാരം സ്വീകരിക്കില്ല എന്നതുപോലെ തന്നെ ഒരാൾ വുളു ഇല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കില്ല എന്നതുപോലെ തന്നെ ഇസ്ലാം ഇല്ലാതെ ഒരാൾ നോമ്പെടുത്താൽ അള്ളാഹുവിൻ്റെ അടുത്തത് പരിഗണിക്കപ്പെടുന്നതല്ല. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത് ഫലാ യജിബു അലാ കാഫിർ. കാഫിറിന് മേൽ നിർബന്ധമല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവനോട് അവന് തീരെ ബാധ്യതയില്ല എന്നല്ല, മറിച്ച് മുസ്ലിം ആകാത്തിടത്തോളം അവൻ്റെ മേൽ ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നത് കൊണ്ട് അവന് യാതൊരു ഉപകാരവും ലഭിക്കുന്നതല്ല. വലാ യസിഹു മിൻഹു, അവനത് ചെയ്താൽ തന്നെയും അവൻ്റെ അടുത്ത് നിന്ന് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നതല്ല. ഈ കാര്യം മുസ്ലിമീങ്ങൾക്കിടയിൽ ഇജ്മാ ഉള്ള അഭ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ ഫിഖിൻ്റെ കിതാബുകളിൽ പറയുന്നതാണെങ്കിൽ പോലും ഇതിന് അഖീദാപരമായ ഒരു വശമുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആളുകൾ അത് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. നന്മ ചെയ്താൽ മതി, പരോപകാരം ചെയ്താൽ മതി, ആളുകളുടെ അടുത്ത് നല്ല മനുഷ്യനായി ജീവിച്ചാൽ മതി, അതാണ് മതങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്നൊക്കെ ആളുകൾ ഇന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആ പറയുന്നത് ഇസ്ലാമിന് വിരുദ്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പരോപകാര പ്രവർത്തനങ്ങൾ വരെ ഇസ്ലാം ഇല്ലാത്തവരിൽ നിന്ന് സ്വീകരിക്കില്ല എന്ന് വ്യക്തമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി. അള്ളാഹു അവരിൽ നിന്ന് നഫഖാത്തുകൾ, അവരുടെ ദാനധർമ്മം സ്വീകരിക്കാതെ, നോക്കി എന്താ പറഞ്ഞത്? ദാനധർമ്മം. ഇന്ന് ആൾക്കാർ പറയില്ല അതല്ലേ, നല്ല സഹായിച്ചാൽ മതി, ആൾക്കാരെ സഹായിച്ചാൽ മതി, എന്ത് മതമായാലും കുഴപ്പമില്ല. അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ നീ അള്ളാഹു പറഞ്ഞത് അനുസരിക്കണം. അള്ളാഹു പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇസ്ലാം സ്വീകരിക്കാനാണ്. അത് സ്വീകരിച്ചാലാണ് നിൻ്റെ അടുത്ത് നിന്ന് മറ്റ് നന്മകൾ സ്വീകരിക്കുള്ളൂ. പരോപകാരമാവട്ടെ, നീ സ്വന്തം ജീവിതത്തിൽ നല്ല മനുഷ്യനാവട്ടെ, എന്താകട്ടെ, ജനങ്ങൾക്ക് നൽകുന്ന സഹായമാണെങ്കിൽ പോലും അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇസ്ലാം ഉണ്ടായിരിക്കണം. ഇനി ആയത്ത് വ്യക്തമായ തെളിവാണ്. വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി. അവരുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള ഒരേ ഒരു തടസ്സം അവർ അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിച്ചു എന്നതായിരുന്നു. ഇപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, നഫഖാത്തുകൾ എന്ന് പറഞ്ഞത് മുതഅദ്ദിയായ ഖൈറാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നന്മകളാണ്, പരോപകാര പ്രവർത്തനങ്ങളാണ്. പരോപകാര പ്രവർത്തനം വരെ സ്വീകരിക്കുന്നില്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ അവനവൻ ചെയ്തു കൂട്ടുന്ന ഇബാദത്തുകൾ, നിസ്കാരമോ നോമ്പോ പോലുള്ള കാര്യങ്ങൾ അത് എന്തായാലും സ്വീകരിക്കുന്നതല്ല. ആളുകൾക്ക് ഉപകാരം ലഭിക്കുന്നത് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അതുപോലും സ്വീകരിക്കുന്നില്ലെങ്കിൽ അവനവൻ്റെ ജീവിതത്തിൽ മാത്രം ചെയ്യുന്ന കർമ്മങ്ങൾ എന്തുകൊണ്ടും സ്വീകരിക്കപ്പെടുന്നതല്ല എന്നവർ പറഞ്ഞേക്കാണ്. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനായിരിക്കണം നോമ്പെടുക്കേണ്ടത്. ശരി, പണ്ഡിതന്മാർ ചില ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, ഒരാൾ അവൻ റമദാനിൻ്റെ പകുതിയിൽ വെച്ചിട്ട് മുസ്ലിമായി, അതല്ലെങ്കിൽ ഒരുത്തൻ മുർത്തദ്ദായിരുന്നു, ആ മുർത്തദ്ദായ ആൾ അവൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു റമദാൻ്റെ പകുതി വെച്ചിട്ട്. അങ്ങനെ പകുതി വെച്ചിട്ട് ഒരാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ, ഒരാൾ മുർത്തദ്ദാണ്, രാവിലെ മുർത്തദ്ദാണ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അവന് ദുഹർ ബാങ്ക് കൊടുത്തതിന് ശേഷം മുസ്ലിമായി നിൽക്കുക. അല്ലെങ്കിൽ ഒരാൾ കാഫിറായിരുന്നു, അസ്ലിയ കാഫിറാണ്, ജൂതനോ നസ്രാനിയോ ആയിരുന്നു, ദുഹറിന് ശേഷം മുസ്ലിമായി. തൈബ് ആ ദിവസത്തെ നോമ്പ് ഖളാ കൂട്ടണോ വേണ്ടേ? വേണോ വേണ്ടേ? എന്തെങ്കിലും ആലോചിച്ചിട്ട് തോന്നുന്നത്? വേണ്ടയില്ല, വേണോ? വേണ്ടതില്ല എന്നുള്ളതാണ് പല ആളുകളുടെ അഭിപ്രായം. ധാരാളം പേരുടെ അഭിപ്രായം വേണ്ടതില്ലാണ്. കാരണം റമദാനിൻ്റെ തുടക്കത്തിൽ അവൻ നോമ്പുകാരൻ ആകാനുള്ള ബാധ്യത അവനില്ലായിരുന്നു, അവൻ പകുതിയിൽ വെച്ചിട്ടാണ് ആയത് എന്നതുകൊണ്ട് തന്നെ അവൻ്റെ മേൽ നോമ്പ് നിർബന്ധമാകുന്നതല്ല. അതിന് ഖുർആനിലെ ആയത്ത് അവർ തെളിവാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ ലില്ലദീന കഫറു ഇൻ യൻതഹു യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്. ഈ ആയത്താണ് തെളിവാക്കിയത്. ഖുൽ ലില്ലദീന കഫറു, കാഫിരീങ്ങളോട് നബിയെ പറയുക, ഇൻ യൻതഹു, അവരിപ്പോൾ അവസാനിപ്പിച്ചാൽ, യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്, മുൻപ് കഴിഞ്ഞു പോയത് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അവർ പറഞ്ഞു മുൻപ് കഴിഞ്ഞു പോയ റമദാനിലെ ആദ്യ ഭാഗം, നോമ്പിൻ്റെ ആദ്യ ഭാഗം അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്, പിന്നെ അത് നോൽക്കേണ്ടതില്ല. ഇതേപോലെ തന്നെയാണ് ഒരാൾ റമദാനിൻ്റെ പകുതി വെച്ചിട്ട് മുസ്ലിമായി. അപ്പോൾ ആ റമദാൻ മാസത്തിൽ അവന് നഷ്ടപ്പെട്ട നോമ്പുകൾ അവൻ പിന്നീട് ഖളാ കിട്ടണോ? റമദാൻ്റെ പകുതിയിൽ, പകലല്ല, റമദാനിൻ്റെ പകുതിയിൽ. റമദാൻ 15-ന് മുസ്ലിമായി, അപ്പോൾ അതിന് മുൻപുള്ള 14 നോമ്പ് വേണ്ടയില്ല. എന്തുകൊണ്ട്? ഇതേ ആയത്ത് തന്നെ തെളിവ്.
കാരണം മുൻപ് അവർ ചെയ്തു പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല, ഇസ്ലാം സ്വീകരിച്ച ആളുകളോട് മുൻപ് നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടാൻ കൽപ്പിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ മുസ്ലിം ആയാൽ അന്നു മുതൽ അവൻ്റെ മേൽ നോമ്പ് നിർബന്ധമാകും. പകുതിയിൽ വെച്ചിട്ടാണ് മുസ്ലിം ആയത് എങ്കിൽ അവന് ആ ദിവസത്തെ നോമ്പ് ഖളാ വീട്ടുക എന്നത് നിർബന്ധമില്ല. അതുപോലെ തന്നെ വേറെ ഹദീസുകളും ഇതിന് തെളിവാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ ഉരീദു അൻ അഷ്തറിത്ത്, അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് ഒരു നിബന്ധന വെക്കാനുണ്ട്, എന്നാലേ മുസ്ലിം ആവുള്ളൂ, ഈ നിബന്ധന അംഗീകരിക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തഷ്തറിത്തു ബിമാദ, എന്താണ് നിൻ്റെ നിബന്ധന? അപ്പം അദ്ദേഹം പറഞ്ഞു, അൻ യുഗ്ഫറ ലി, എനിക്ക് മുൻപ് ചെയ്തതൊക്കെ അള്ളാഹു പുറത്തു തന്നിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹ്, നിനക്കറിയില്ലേ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അതിനു മുൻപുള്ള തിന്മകൾ അള്ളാഹു പുറത്തു നൽകും, ആ തിന്മകളെ ഇല്ലാതെയാക്കും. ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി മുൻപുള്ള തിന്മകൾ പുറത്തു കിട്ടും എന്ന കാര്യം നിനക്കറിയില്ലേ? ഈ ഹദീസും തെളിവാണ് ഈ പറഞ്ഞത്. മുൻപ് ഒരാൾ നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ അത് പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കാൻ ഇത്. ശരി, ഒരു മനുഷ്യൻ നേരെ തിരിച്ചായാലോ? അള്ളാഹ് കാക്കട്ടെ. ഒരു മനുഷ്യൻ റമദാൻ മാസത്തിൽ അതിൻ്റെ പകുതിയിൽ വെച്ചിട്ട് മുർത്തദ്ദായി എങ്കിലോ? എന്നിട്ട് തിരിച്ചു വന്നു. ഞാൻ ബാക്കി പറഞ്ഞില്ല അല്ലേ? എന്നിട്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. എന്തുകൊണ്ട്? അവൻ നിർബന്ധമാകുന്ന സമയത്ത്, അവൻ്റെ മേൽ നിർബന്ധമാകുന്ന സമയത്ത് നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്, ഭാഗികമായി നിർബന്ധമായ സമയത്ത് നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. മുർത്തദ്ദായി പിന്നെ തിരിച്ചു വന്നതോട് മുൻകഴിഞ്ഞ ഇസ്ലാം സ്വീകരിക്കുന്ന മുൻകഴിഞ്ഞ പാപങ്ങൾ അവനിൽ പൊറുക്കപ്പെടും. പക്ഷെ മുന്നേ അവൻ ചെയ്ത തെറ്റ് അപ്പോഴും ബാക്കിയാണ്, നോമ്പ് മുറിക്കുക എന്നുള്ളത്. അത് അവൻ വേറെ തന്നെ നോറ്റ് വീട്ടുക എന്നത് ആവശ്യമാണ്. ശരി, ഇതിനാണ് ഫുറൂഉകൾ എന്ന് പറയാം. അടിസ്ഥാന മസല എൻ്റെ ഇതിലുള്ളൂ. ഒരാൾ മുസ്ലിം ആയിരിക്കണം, അവനിൽ നിന്ന് നോമ്പ് അള്ളാഹു സ്വീകരിക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കേൾക്കാനും പഠിക്കാനും വേണ്ടി ഇടയിൽ പറയുന്നത് മാത്രം. രണ്ടാമത്തെ നിബന്ധന തക്ലീഫ്, ഒരാൾ മുക്കല്ലഫായിരിക്കണം. അത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ബാധകമാക്കപ്പെടാനുള്ള സാഹചര്യം അവനുണ്ടായിരിക്കണം. 3 കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുക. 1 അൽ ബുലൂഗു, പ്രായപൂർത്തിയെത്തുക. 2 അൽ അഖ്ലു, ബുദ്ധിയുള്ളവനാകുക. 3 അത്തമീസു, തമീസ് വേർതിരിവുള്ള ആളായിരിക്കണം. വേർതിരിവ് എന്ന് പറയും, വകതിരിവെന്ന് പറയാം. വകതിരിവുള്ള ആളായിരിക്കണം. പ്രായപൂർത്തിയെത്തുക എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രായപൂർത്തിയാകുന്നത് 3-ലൊരു കാര്യം സംഭവിച്ചാൽ ഒരാൾ പ്രായപൂർത്തിയായി. 3-ലൊരു കാര്യം ഉണ്ടായാൽ അയാൾ പ്രായപൂർത്തിയായി. ഒന്നാമത്തെ കാര്യം 15 വയസ്സ് തികയുക. ഇതിലൊന്നുണ്ടായാൽ മതി, എല്ലാം കൂടി ഉണ്ടാവണമെന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. 15 വയസ്സാകാത്തടത്തോളം ഒരാൾ പ്രായപൂർത്തിയാണെന്ന് അങ്ങനെ അർത്ഥം ഇല്ല. 15 വയസ്സാവും, ഒന്നല്ലെങ്കിൽ 15 വയസ്സാവും. അതല്ലെങ്കിൽ ഗുഹ്യസ്ഥാനങ്ങളിൽ രോമം മുളച്ചു തുടങ്ങുക. അങ്ങനെ മുളച്ചു തുടങ്ങിയാൽ അവൻ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്. അതിൻ്റെ അടയാളമാണത്. ഗുഹ്യസ്ഥാനത്ത് രോമം മുളക്കുക എന്നുള്ളത് ഒരാൾ പ്രായപൂർത്തിയാകുന്നതിൻ്റെ അടയാളമാണ്. 3 ഇഹ്തിലാം സംഭവിക്കുക, സ്ഖലനം സംഭവിക്കുക. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അയാൾ പ്രായപൂർത്തിയായി. മനസ്സിലായി പറഞ്ഞേ? ഇതിലെല്ലാം കൂടി സംഭവിക്കണമെന്നില്ല, ഏതിലൊന്ന് സംഭവിച്ചാൽ മതി. ഒന്നിൽ 15 വയസ്സാവുക, അല്ലെങ്കിൽ സ്ഖലനം സംഭവിക്കുക, അതല്ലെങ്കിൽ ഗുഹ്യസ്ഥാനത്ത് രോമം മുളക്കുക. 3 ഹദീസിൽ തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ 3 തെളിവ് വന്നിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രം പ്രത്യേകമായ ഒരു അടയാളമുണ്ട്. അതായത് ഹൈദ് ആരംഭിക്കുക. ഹൈദ് ആരംഭിച്ചാൽ അതോടുകൂടി സ്ത്രീകൾ പ്രായപൂർത്തിയെത്തി. അപ്പോൾ അവർ പിന്നെ അതിന് ശേഷം ഹിജാബ് ധരിക്കുക, അങ്ങനത്തെ നിയമങ്ങൾ അവർക്ക് ബാധകമാണ്. പല ആൾക്കാരും മനസ്സിലാക്കാത്ത വിഷയമാണ്. കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇന്ന് പലപ്പോഴും 9 വയസ്സ് 10 വയസ്സ് 11 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് എന്താവും, ഹൈദ് ആരംഭിക്കും. ഹൈദ് ആരംഭിക്കുന്നതോടുകൂടി ഹിജാബ് നിർബന്ധമാണ്. വലിയ സ്ത്രീകൾ ധരിക്കുന്ന ഹിജാബ് അവർക്ക് നിർബന്ധമാണ്. അതിനൊരു ചെറിയ കുട്ടികളല്ല, അവർക്ക് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളൊക്കെ ബാധകമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ 1 പ്രായപൂർത്തിയെത്തുക, 2 ബുദ്ധിയുള്ളവനാകുക. ആരായിരുന്നു പുറത്തു പോവുക, ബുദ്ധി ഉണ്ടാവുന്ന ആരായാലും മജ്നൂൻ, ഭ്രാന്തനാവാതിരിക്കുക. ഭ്രാന്തുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ് നോമ്പ് നിർബന്ധമാവുകയില്ല. അപ്പോൾ കുട്ടികൾക്ക് മേൽ നിർബന്ധമാവില്ല,
പ്രായപൂർത്തി എത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതാ? പ്രായപൂർത്തി എത്തുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? പ്രായപൂർത്തി എത്താത്തതെന്ന് പറഞ്ഞാൽ ആരാ? കുട്ടികൾ. 2 ബുദ്ധി ആവാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ മജ്നൂൻ, ഭ്രാന്തനായ ആളുകൾക്കുമേൽ, ഭ്രാന്തുള്ള ആളുകൾക്കുമേൽ നോമ്പ് നിർബന്ധമാവുകയില്ല. 3 അത്തമീസ്, ആൾക്ക് വകതിരിവ് ഉണ്ടായിരിക്കുക. വകതിരിവ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു അതിൻ്റെ അടയാളം ഒരു മനുഷ്യൻ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ബുദ്ധിയുള്ള ആളുകൾ അംഗീകരിക്കുന്ന വിധത്തിലുള്ളൊരു മറുപടി കിട്ടുക എന്നുള്ളതാണ്. ഈ വകതിരിവ് പലപ്പോഴും ആളുകൾക്ക് പ്രായമായാൽ ചിലപ്പോൾ നഷ്ടപ്പെടും. വയസ്സുള്ള ആളുകൾ അവർക്ക് ചിലപ്പോൾ ബുദ്ധി ഉണ്ടാവും ചില കാര്യങ്ങളിലൊക്കെ, തീരെ ബുദ്ധിയില്ലാത്ത ഭ്രാന്തന്മാരെ പോലെ മറ്റുള്ളവരെ ആക്രമിക്കുകയൊന്നും ചെയ്യില്ല, പക്ഷേ വകതിരിവ് ഉണ്ടായിരിക്കില്ല. എന്താ നടക്കുന്നത്, ഞാനിപ്പോൾ എവിടെയാണ്, ഒരു ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ അതിന് കൃത്യമായ ഉത്തരമായിരിക്കില്ല ലഭിക്കുക. ഇതിനാണ് തമീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തീരെ ചെറിയ കുട്ടികൾ, അവരിതേപോലെ തന്നെ തമീസില്ലാത്ത ആൾക്കാരാണ്. വളരെ ചെറിയ കുട്ടികൾ, 2 വയസ്സ് 1 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ തമീസില്ലാത്ത കുട്ടികളായിരിക്കും. ഇതിനാണ് ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുന്നതോടു കൂടിയാണ് ഒരാൾ മുക്കല്ലഫാവുക. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? ഒന്ന് ബുലൂഗ്, അഖ്ല്, തമീസ്. ഇത് 3 ഉണ്ടായാലേ ഒരാൾ മുക്കല്ലഫാവുള്ളൂ. അതായത് ഇസ്ലാമിക നിയമങ്ങൾ അയാൾക്ക് ബാധകമാക്കപ്പെടുന്നത് ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അതാണ് അവിടെ പറഞ്ഞത് അത്തക്ലീഫു ഫലാ യജിബു അലാ ഗൈരി മുമയ്യിസിൻ വമജ്നൂനിൻ. മുമയ്യിസ് അല്ലാത്തവർക്കുമേലും ഭ്രാന്തുള്ളവർക്കുമേലും ഫലാ യജിബ്, നോമ്പ് നിർബന്ധമാവുകയില്ല. വലാകിൻ യസിഹു മിന സഗീരിൽ മുമയ്യിസി, എന്നാൽ ലാക്കിൻ യസിഹു ശരിയാകും, സാധുവാകും. വലാകിൻ യസിഹു മിന സഗീരിൽ മുമയ്യിസി, സഗീർ ചെറിയ കുട്ടി, അൽ മുമയ്യിസ് വകതിരിവുള്ള ചെറിയ കുട്ടി നോമ്പെടുത്താൽ അവൻ്റെ നോമ്പ് സാധുവാകുന്നതാണ്. നോമ്പ് ഒരിക്കലും ബാത്തിലാവില്ല. എന്നാൽ ഭ്രാന്തൻ നോമ്പെടുത്താലോ സഹീഹാവില്ല. എന്തുകൊണ്ട് സഹീഹാവില്ല? എന്തുകൊണ്ട് ഭ്രാന്തൻ്റെ അടുത്ത് നിന്ന് സഹീഹാവത്തെ? അല്ലെങ്കിൽ വകതിരിവില്ലാത്തൊരു പ്രായമുള്ള മനുഷ്യൻ നോമ്പെടുത്തു, എൻ്റെ നോമ്പ് എന്തുകൊണ്ട് സ്വീകരിക്കാത്തത്? നീയത്തില്ല. നീയത്ത് ഇല്ലാതെ അമൽ സ്വീകരിക്കില്ല. ഭ്രാന്തുള്ളവർക്കും വകതിരിവില്ലാത്തവർക്കും നീയത്ത് വെക്കാൻ സാധിക്കുകയില്ല. പുറമേക്ക് അവർ അമൽ കൊണ്ടുവന്നാൽ പോലും അവരിത് ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നതല്ല, ചെയ്തു പോയതാണ്. മനസ്സിലായോ? നീയത്താണ് അസ്ല്. ഇപ്പം നീയത്ത് വെക്കാനുള്ള വകുപ്പ് അവർക്കില്ല എന്നതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മജ്നൂനാകട്ടെ, അതല്ലെങ്കിൽ വകതിരില്ലാത്ത ഗൈർ മുമയ്യിസായ ആളുകളാകട്ടെ, അവർക്ക് നോമ്പ് നിർബന്ധമാവുകയില്ല. ലാക്കിൻ യസിഹു മിന സഗീരിൽ മുമയ്യിസ്, എന്നാൽ ചെറിയ പ്രായത്തിലുള്ള മുമയ്യിസ് വകതിരിവുള്ള കുട്ടികൾ നോമ്പെടുത്താൽ അത് സഹീഹാവും. എന്തുകൊണ്ട്? അവർക്ക് നീയത്ത് വെക്കാനുള്ള സമയത്തിയിട്ടുണ്ട്. അവർക്ക് നീയത്ത്, ചില കുട്ടികൾക്ക് 5 വയസ്സിലാകും, ചില കുട്ടികൾക്ക് 6 വയസ്സിലാകും ഒരു വകതിരിവ് എത്തുന്നത്. അതായത് എന്താണ് ഇബാദത്ത്, എന്താണ് പ്രവൃത്തി, എന്താണ് ഇബാദത്ത് അല്ലാത്ത കാര്യം എന്ന് തിരിച്ചറിയാനുള്ളൊരു പ്രായം, ആ പ്രായത്തിലെത്തുക എന്നുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് കുട്ടികൾ വകതിരിവ് എത്തിയതിൻ്റെ അടയാളം, അപ്പോൾ ചിലപ്പോൾ തീരെ ചെറിയ കുട്ടികൾ നമ്മൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്ത് ബാത്റൂമിൽ നോക്കിക്കളയും. അപ്പോൾ കുട്ടിക്ക് വകതിരിവില്ലാത്തതിൻ്റെ അടയാളമാണത്. ഒരു വകതിരിവുള്ള കുട്ടിക്ക് അറിയാം ഖുർആൻ എന്ത് ചെയ്യരുത്, ബാത്റൂമിൽ നിന്ന് ഓതാൻ പാടില്ല, അതായത് സ്ഥലത്ത് ചെയ്യാൻ പാടില്ല, നിസ്കാരം തന്നെ വൃത്തിക്ക് ചെയ്യണം, തോന്നിയ പോലെ കളിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. അതാണ് വകതിരിവ് എന്ന് പറയുന്നത്. ചില കുട്ടികൾക്ക് ഒരു 6 വയസ്സാകുമ്പോൾ 5 വയസ്സാകുമ്പോഴൊക്കെ ചിലപ്പോൾ വകതിരിവ് എത്തുന്നതാണ്. വയസിഹു മിന സഗീരിൽ മുമയ്യിസ് കസലാത്തിഹി, ഏതുപോലെ? കസലാത്തിഹി, അവൻ്റെ നിസ്കാരം പോലെ. നിസ്കാരം ഇതുപോലെ തന്നെയാണ്. ചെറിയ കുട്ടികൾ വകതിരിവെത്തിയവരാണെങ്കിൽ അവർ നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരം സഹീഹാകും. എന്താ ഈ പറഞ്ഞതിനുള്ള തെളിവ്? ആർക്കെങ്കിലും ഹദീസ് ഓർമ്മ ഉണ്ടോ? കുട്ടികൾക്ക്, അതുപോലെ തന്നെ ഭ്രാന്തുള്ള ആളുകൾക്ക്. ഹദീസ് എങ്ങനെ? ഹദീസേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫിഅ അൽ ഖലമു അൻ സലാസ്, 3 വിഭാഗം ആളുകൾക്ക് മേൽ നിന്ന് പേന ഉയർത്തപ്പെട്ടു. അതിന് ഈ ഹദീസ്, ആ ഹദീസാണ് ഇതിനൊക്കെ തെളിവ്. റുഫിഅ അൽ ഖലമു അൻ സലാസ്, 3 വിഭാഗം ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു അനിൻ നാഇമി ഹത്താ യസ്തൈഖിദ്, ഉറങ്ങുന്ന ആൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ.
അതിൻ്റെ ഇടയിൽ അവൻ ചെയ്യുന്ന കാര്യത്തിന് അവൻ്റെ മേൽ ശിക്ഷയുണ്ടാകുന്നതല്ല. വ അനിൽ മജ്നൂനി ഹത്താ യുഫീഖ്, ഭ്രാന്തുള്ളവന് അവൻ്റെ ബുദ്ധി തിരിച്ചു വരുന്നത് വരെ. വ അനി സബിയി ഹത്താ യബ്ലുഗ്, ചെറിയ കുട്ടി അവന് പ്രായപൂർത്തിയാകുന്നത് വരെ. ഈ ഹദീസാണ് അതിനുള്ള തെളിവ്. ശരി, ചെറിയ കുട്ടികൾ നോമ്പ് നോറ്റാൽ അത് സ്വീകരിക്കപ്പെടുമെന്നതിനുള്ള തെളിവ് എന്താണ്? റുബയ്യ ബിൻത് മുഅവ്വിദിൻ്റെ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹദീസ്, സംഭവം കേട്ടിട്ടുണ്ടാവും. ആശൂറ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ദൂതനെ അൻസാരികളുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മൻ അസ്ബഹ മിൻകും മുഫ്തിറൻ ഫൽയുതിമ്മ ബഖിയത സൗമിഹ്, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് നോമ്പില്ലാത്ത അവസ്ഥയിലാണ് നേരം പുലർന്നിട്ടുള്ളത് എങ്കിൽ, ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എങ്കിൽ, ഫൽയുതിമ്മ ബഖിയത യൗമിഹി, ഇനി ബാക്കിയുള്ള ദിവസം അങ്ങോട്ട് അവൻ നോമ്പെടുക്കട്ടെ. ആശുറാൻ്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയാണ് ദൂതനെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ദൂതൻ വിളിച്ചു പറയാണ്, നിങ്ങൾ ഇന്ന് ആരെങ്കിലും രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള സമയം എന്ത് ചെയ്യരുത്, ഭക്ഷണം കഴിക്കരുത്, ബാക്കിയുള്ള സമയം നോമ്പായിരിക്കും. വമൻ അസ്ബഹ സായിമൻ ഫലിയസും, രാവിലെ ആരെങ്കിലും നോമ്പ് എടുത്തിട്ടുണ്ട് എങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ, നോമ്പ് പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. ഫകുന്ന നസൂമുഹു ബഅദു വനുസവ്വിമു സുബ്യാനന, അതാണ് തെളിവ്. റുബയ്യ ബിൻത് മുഅവ്വിദ് അവർ പറയാണ്, ഞങ്ങൾ ആ ദിവസം നോമ്പെടുക്കാറുണ്ടായിരുന്നു. വനുസവ്വിമു, നമ്മൾ പഠിച്ച ഫേലാണത്. സാമ നോമ്പെടുത്തു, സവ്വമ അതായിരിക്കും നോമ്പെടുപ്പിച്ചു. നുസവ്വിമു സുബ്യാനന, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ നോമ്പെടുപ്പിക്കാറുണ്ടായിരുന്നു. വനജഅലു ലഹുമുൽ ഉഅബത മിനൽ ഇഹ്ൻ, ഞങ്ങൾ പരുത്തി കൊണ്ടോ മറ്റൊക്കെ കുട്ടികൾക്ക് കളിപ്പാട്ടം ഉണ്ടാക്കി കൊടുത്ത്, ഭക്ഷണം ചെറിയ കുട്ടികളാണ് അപ്പോൾ അവർക്ക് നോമ്പ് പൂർത്തീകരിക്കാൻ വേണ്ടി അവർക്ക് കളിക്കാൻ വേണ്ടി കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഹദീസ് ചെറിയ കുട്ടികൾ നോമ്പെടുത്താൽ അവരുടെ നോമ്പ് സ്വീകരിക്കപ്പെടും എന്നതിനുള്ള തെളിവാണ്. മാത്രമല്ല, കുട്ടികളെ നോമ്പെടുപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് നോമ്പ് ശീലമാക്കാനും നോമ്പിനോട് ഇഷ്ടമുണ്ടാകാനും അതുപോലെ തന്നെ അത് വലുതാവുന്ന സമയത്തേക്ക് നോമ്പ് അവർക്ക് എളുപ്പമാകാനും ഒക്കെ അത് സഹായിക്കുന്നതാണ്. മൂന്നാമത്തേത് അൽ ഖുദ്റതു, കഴിവുണ്ടായിരിക്കണം. ഫലാ യജിബു അലാ ആജിസിൻ അൻഹു, ഫലാ യജിബ് എന്നർത്ഥം വാജിബാവുകയില്ല. അലാ ആജിസിൻ, ആജിസ് അജസ അസാധ്യനായില്ലേ, കഴിയാതെ വന്നു. അലാ ആജിസിൻ, അസാധ്യനായ ഒരാൾക്കുമേൽ, അൻഹു, അൻഹു എന്ന് പറഞ്ഞാൽ അനിസ്സൗമി, നോമ്പിന് കഴിയാത്ത, നോമ്പെടുക്കാൻ അസാധ്യനായ കഴിവില്ലാത്ത ഒരാൾക്കുമേൽ നോമ്പ് നിർബന്ധം ആവുകയില്ല. എന്താ തെളിവ്? കഴിവില്ലാത്ത ആൾ നോമ്പെടുക്കണ്ടെന്നുള്ളതിന് എന്താ തെളിവ്? ഏതായത്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹ, ഒരാൾക്കും അവൻ്റെ ഉസ്അയിൽ പെട്ടതല്ലാതെ, അവൻ്റെ കഴിവിലും ശേഷിയിലും പെട്ടതല്ലാതെ അള്ളാഹു അവൻ്റെ മേൽ നിർബന്ധമാക്കുകയില്ല. അത് മരിയതിൻ്റെ ആണ് നേർക്കേനെ. മരിയെന്ന് ചിലപ്പോൾ നോമ്പെടുക്കാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാവും. രോഗിയേക്കാൾ കടുത്ത അവസ്ഥയിലാണ് ആര്? ആജിസ്. ഇപ്പോൾ മുസാഫിറിന് ചിലപ്പോൾ നോമ്പെടുക്കാനുള്ള ശേഷി ഉണ്ടാവും, യാത്രക്കാരനാണ്, പക്ഷെ എന്നാലും അവന് ഇളവുണ്ട്. നോമ്പെടുക്കാൻ സാധിച്ചിട്ടും അവന് ഇളവുണ്ട്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നോമ്പ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എപ്പോഴും ഉള്ളത് അല്ല. ഇപ്പോൾ ഇവിടുന്ന് റിയാദിൽ പോകുന്ന ഒരാൾ യാത്രക്കാരനാണ്, പക്ഷെ അവന് നോമ്പെടുക്കാൻ തീരെ പറ്റാത്ത അവസ്ഥ ഉണ്ടോ? ഇല്ല, അവന് ഉദ്ദേശിച്ച നോമ്പെടുക്കുകയാണെങ്കിൽ, പക്ഷെ എന്നിട്ടും ഇളവുണ്ട്. ഇതിനുള്ള തെളിവ് തന്നെയാണ് ഈ പറഞ്ഞ ആയത്ത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹ. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു, ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിപ്പോൾ. സാധിക്കില്ലെങ്കിൽ അത് നമ്മുടെ കഴിവിൽ പെട്ടതല്ല. അതുപോലെ അള്ളാഹു നോമ്പിൻ്റെ ആയത്തിലാണ് പറഞ്ഞത്, ലാ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കും അൽ ഉസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസം അള്ളാഹു നിങ്ങളുടെ മേൽ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ആയത്തൊക്കെ അതിന് തെളിവുകളാണ്. നാലാമത്തേത് അൽ ഇഖാമത്ത് ഉണ്ടായിരിക്കണം. അതായത് നാട്ടിൽ താമസിക്കുന്നവനായിരിക്കണം, യാത്രക്കാരനാവരുത്.
ഫലാ യജിബു അലാ മുസാഫിർ, യാത്രക്കാരനുമേൽ നോമ്പ് നിർബന്ധമാവുകയില്ല. എന്താ തെളിവ്? ഏതായത് ഇപ്പോൾ പറഞ്ഞായത് ഖുർആനിലായത് അതേതാണ്? അയ്യാമൻ മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. അല്ലേ? ആയത്താണ് തെളിവ്. സൂറത്തുൽ ബഖറയിൽ നോമ്പിൻ്റെ ആയത്തുകൾക്ക് ശേഷം നോമ്പിൻ്റെ ആയത്തുകൾ വന്ന ആയത്താണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഫമൻ കാന മിൻകും മരീദൻ, നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ, ഔ അലാ സഫറിൻ, അതല്ലെങ്കിൽ ഒരു യാത്രയിലാണെങ്കിൽ, ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റേതെങ്കിലും ദിവസങ്ങളിൽ ആ നഷ്ടപ്പെട്ട നോമ്പുകൾ അതിൻ്റെ എണ്ണം നോറ്റുകൂട്ടിയാൽ മതിയാകുന്നതാണ്. അപ്പോൾ ഈ ആയത്താണ് എന്തിന് തെളിവ്? യാത്രക്കാരന് നോമ്പ് നിർബന്ധമില്ല എന്ന് തെളിവ്. അഞ്ചാമത്തേത് അൽ ഖുലൂഉ മിനൽ മവാനി', നോമ്പിൽ നിന്ന് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വഹുമൽ ഹൈദു വൻ നിഫാസ്, അവിടെ ഉദ്ദേശം ഹൈദും നിഫാസുമാണ്. ഹൈദും നിഫാസുമാണ്. ഹൈദ് എന്ന് പറഞ്ഞാൽ മാസത്തിൽ വരുന്ന മാസമുറ, മെൻസ്ട്രൽ പീരീഡിൽ വരുന്ന രക്തം, അതിനാണ് ഹൈദ് എന്ന് അറിയുന്നത്. ഹൈദ് ആരംഭിക്കുന്നത് രക്തം കണ്ടു തുടങ്ങിയാലാണ്. ഹൈദ് അവസാനിക്കുന്നത് രണ്ടാലൊരു അടയാളം കാണുന്നതോടുകൂടിയാണ്. ഒന്നല്ലെങ്കിൽ രക്തം വരുന്നത് പൂർണ്ണമായിട്ട് നിലക്കുക, അതല്ലെങ്കിൽ അൽ ഖുസ്സത്തുൽ ബൈദ, പിന്നെ വൈറ്റ് ഡിസ്ചാർജ് പോലുള്ള ഒരു കാര്യം പുറത്തു വരിക. ഇത് രണ്ടുമാണ് ഹൈദ് അവസാനിച്ചു എന്നതിൻ്റെ അടയാളം. രണ്ടിലേതിലൊന്നും സംഭവിച്ചാൽ മതി. ഒന്നല്ലെങ്കിൽ രക്തം വരുന്നത് അവസാനിച്ച് അവിടെ ഉണക്കുണ്ടാവുക, അതല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് കാണുക. ഇത് രണ്ടിലേതിലൊന്ന് സംഭവിച്ച് അതോടുകൂടി ഹൈദ് അവസാനിച്ചു. നിഫാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രസവത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്ന രക്തമാണ്, രക്തസ്രാവമാണ്, രക്തം പുറത്തു വരാമെന്നുള്ളതാണ്. പ്രസവത്തിനോടനുബന്ധിച്ച് പറയാൻ കാരണം എന്താ? ചിലപ്പോൾ പ്രസവത്തിന് തൊട്ട് മുൻപ് വരാൻ സാധ്യതയുണ്ട്. കുട്ടി വന്നു കഴിഞ്ഞാൽ മാത്രമല്ല നിഫാസ് ആരംഭിക്കുക. ചിലപ്പോൾ വേദന ആരംഭിച്ചാൽ അതോടുകൂടി കാണുന്ന രക്തം പിന്നീട് ഏതിലാണ് ഗണിക്കപ്പെടുക? നിഫാസിലാണ് ഗണിക്കപ്പെടുക. പല ആൾക്കാർക്ക് ഉപകരിക്കുന്നതാണ്. പ്രസവത്തിൻ്റെ സമയത്ത് ഭാര്യയ്ക്ക് പ്രസവം ആരംഭിച്ച ആ സമയത്ത് നിസ്കാരത്തിൻ്റെ വിധിവിലക്കുകൾ പലർക്കും സംശയം ഉണ്ടാവും. രക്തം കണ്ടു തുടങ്ങിയാൽ, പ്രസവവേദന തുടങ്ങി, എന്നിട്ട് രക്തം കണ്ടു തുടങ്ങിയാൽ പിന്നെ അത് നിഫാസാണ്. പിന്നെ നിസ്കാരം നിർബന്ധമല്ല, പിന്നെ നിസ്കരിക്കേണ്ടതില്ല. അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു ദിവസമൊക്കെ ചിലർക്ക് നീണ്ടു നിൽക്കാം, വേദന 2 ദിവസം നീണ്ടു നിൽക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രസവത്തിന് മുൻപ് വരുന്ന രക്തവും എന്ത് തന്നെയാണ്? ഇങ്ങനെ വരുന്ന രക്തം നിഫാസിൻ്റെ രക്തമാണ്. അതല്ലാതെ പിന്നെ വരുന്ന രക്തങ്ങൾ ചിലതുണ്ട്. അതിൽപ്പെട്ടതാണ് ഇസ്തിഹാലത്തിൻ്റെ രക്തം. ആർത്തവുമായി ബന്ധപ്പെട്ട് വിദ്വലക്കൾ പറയുന്നത് സ്ത്രീകൾ പഠിച്ചിരിക്കൽ ആവശ്യമാണ്. ഇസ്തിഹാലത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ ഹൈദിൻ്റെ പീരീഡിന് അപ്പുറം വരുന്ന രക്തം. അത് വേർതിരിച്ചറിയാനതിൻ്റേതായ അടയാളങ്ങളും മറ്റുമുണ്ട്. അപ്പോൾ അത് തിരിച്ചും. അതുപോലെ തന്നെ ഫസാദിൻ്റെ രക്തം, ദമു ഫസാദ് എന്ന് പറയും. ചിലപ്പോൾ പ്രസവമുള്ള സമയത്ത് ഗർഭിണികൾക്ക് ഗർഭകാലത്തിൽ ചിലപ്പോൾ രക്തം കണ്ടേക്കാം. അത് പൊതുവെ ഹൈദിൻ്റെ രക്തമായിരിക്കാൻ സാധ്യതയില്ല, ദമു ഫസാദായിരിക്കും. അത് കഴുകി വൃത്തിയാക്കി നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈദും നിഫാസും വന്നാൽ നോമ്പ് നോൽക്കരുത്. എന്നാൽ ഇസ്തിഹാലത്തിൻ്റെ രക്തം വന്നാലോ? ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ രക്തസ്രാവം സംഭവിക്കുക. ഹൈദും അല്ല നിഫാസും അല്ല, അതല്ലാത്ത രക്തം. അങ്ങനെ വന്നാൽ നോമ്പ് എടുക്കണോ വേണ്ടേ? നോമ്പ് നിർബന്ധം എടുത്തിരിക്കണം, നിസ്കരിക്കും വേണം. അതിൻ്റെ വിധിവിലക്കുകൾ ആർത്തവുമായി ബന്ധപ്പെട്ട മസലകളിലാണ് വരിക. ഫലാ യജിബു അലൈഹിമ, അതായത് ഫലാ യജിബു അല ഹായിദിൻ വല നുഫസ, ഹായിദിൻ്റെ മേലോ നുഫസ എന്ന് പറഞ്ഞാൽ നിഫാസ് വരുന്ന സ്ത്രീക്കാണ് നുഫസ എന്നറിയാം. ഹൈദ് വരുന്ന സ്ത്രീക്ക് എന്താ പറയാം? ഹായിദ് എന്നാണ് പറയാം. അതിൽ ഹായിദത്ത് എന്ന് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? ഇത് പെണ്ണുങ്ങൾക്ക് തന്നെ വരുള്ളൂ. അതുപോലെ നിഫാസ് പെണ്ണുങ്ങൾക്കേ വരുള്ളൂ. അതുപോലെ തന്നെയാണ് ഗർഭിണിയുടെ കാര്യവും. ഗർഭിണിക്ക് എന്താ പറയുക? ഹാമിൽ എന്നാണ് പറയാം, അല്ലേ? ഹാമിലത്തുന്ന് പറയേണ്ട കാര്യമില്ല, കാരണം എൻ്റെ പെണ്ണുങ്ങളെ ഗർഭം ധരിക്കുള്ളൂ. ഫലാ യജിബു അലൈഹിമ, അപ്പോൾ അവർക്ക് 2 പേർക്കും മേലും നോമ്പ് നിർബന്ധമാവുകയില്ല എന്നു മാത്രമല്ല വലാ യസിഹു മിൻഹുമാ ബിൽ ഇജ്മാ, ഇജ്മാ ഉള്ള കാര്യമാണ്. അവർ നോമ്പ് നോറ്റാൽ അത് സാധുവാവുകയില്ല. മാത്രമല്ല ചില പണ്ഡിതന്മാർ ഹൈദിൻ്റെ സന്ദർഭത്തിൽ, നിഫാസിൻ്റെ സന്ദർഭത്തിൽ നിസ്കരിക്കുക, നോമ്പ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് ചിലർ കുഫറിലേക്ക് എത്തുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം ദീനിനെ പരിഹസിക്കുക എന്നുള്ള ഉദ്ദേശത്തിലോ മറ്റോ ആണ് ഈ ചെയ്യുന്നത് എങ്കിൽ, ഹൈദിൻ്റെ സന്ദർഭത്തിൽ നിഫാസിൻ്റെ സന്ദർഭത്തിലും നിസ്കരിക്കുക, നോമ്പെടുക്കുക ചെയ്യുന്നത് അത് ഗുരുതരമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വിധിവിലക്കാണ്. അത് എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റിമറിക്കാൻ
അനുവാദമില്ലാത്ത കാര്യമാണ്. അപ്പം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ത്രീകൾ അവർ നോമ്പ് ഫർദാകട്ടെ സുന്നത്താകട്ടെ ഹൈദിൻ്റെ നിഫാസിൻ്റെ സന്ദർഭത്തിൽ അവർ നോൽക്കാൻ പാടില്ല. പിന്നെ അവർ നോമ്പ് എടുത്താലാകട്ടെ അത് സഹീഹാവില്ല. നോമ്പ് അവർ എന്ത് ചെയ്യണം? ഖദാ വീട്ടുകയും വേണം ഇൻഷാ അല്ലാഹ്. ഇതിലിപ്പോൾ നിങ്ങളുടെ ഒരു മനസ്സിലാക്കൽ ഇപ്പോൾ എത്ര ഷർത്ത് പറഞ്ഞതിൽ 5 ഷർത്ത് പറഞ്ഞില്ലേ അല്ലേ? ഇപ്പോൾ മുസ്ലിം ആയാൽ കാഫിറായ സമയത്തുള്ള നോമ്പ് ഖദാ വീട്ടണോ? വേണ്ട. അഖിൽ ഭ്രാന്തുള്ള ഒരാൾ, അയാൾ ഭ്രാന്തനായിരുന്ന കാലഘട്ടത്തിൽ പിന്നെ ബുദ്ധി വെച്ചാൽ അയാൾ ഭ്രാന്തനായിരുന്ന കാലത്ത് നഷ്ടപ്പെട്ട നോമ്പ് നോറ്റ് കൂട്ടണോ? വേണ്ടതില്ല. അതുപോലെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന നോമ്പ് നോറ്റ് കൂട്ടണോ? വേണ്ടതില്ല. പിന്നെ ആരതിലുള്ള മുമയ്യിസായ ആൾ അല്ലേ, വേർതിരിവുള്ള ആൾ, വകതിരിവുള്ള ആൾ, അതും ഇതേപോലെ തന്നെ. അതുപോലെ അൽ ഖുദ്റത്തു, നോമ്പ് നോൽക്കാനുള്ള ശേഷി തീരെ ശക്തിയില്ലാത്തയാൾ, അയാളുടെ കാര്യം വ്യത്യസ്തമാണ് ഇൻഷാ അല്ലാഹ്. രോഗിയുടെ നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുള്ളത് വരും. എപ്പോഴൊക്കെയാണ് അയാൾക്കത് ബാധകമാവുക, എപ്പോഴൊക്കെയാണ് ബാധകം. യാത്രക്കാരനോ നഷ്ടപ്പെട്ട നോമ്പുകൾ ഖദാ വീട്ടണം. ഹാഇദും നുഫസാഉമോ നോമ്പ് വീട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ومن صار أهلا للوجوب أثناء النهار فلا يخلو من حالين. ومن صار ഒരാൾ ആയിത്തീർന്നു. സാറ നോറ്റ് കൂട്ടണം. നിഫാസ് വന്ന് നഷ്ടപ്പെട്ട നോമ്പ് എന്ത് ചെയ്യണം? പിന്നീട് നോറ്റ് കൂട്ടണം. വമൻ സാറ, ആരെങ്കിലും സാറ തന്നെ ആയിത്തീർന്നു. വമൻ സാറ അഹ്ലൻ ലിൽ വുജൂബി, നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആളുകളിൽ ഒരാൾ ആയിത്തീർന്നു. എപ്പോഴാണ് ആയിത്തീർന്നത്? അസ്നാ അന്നഹാർ. അസ്നാ അന്നഹാർ പകലിൻ്റെ ഇടയിൽ. അസ്നാ എന്ന മധ്യത്തിൽ നിന്നല്ല, അസ്നാ അന്നഹാർ എന്ന് പറഞ്ഞാൽ പകലിൻ്റെ വേളയിൽ. പകൽ വേളയിൽ ഒരാൾ നോമ്പ് നിർബന്ധമാകുന്ന ആളുകളിൽ അകപ്പെട്ടു. പകലിൻ്റെ സമയത്താണ് അവൻ്റെ ഉസ്ർ നീങ്ങിയത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രോഗിയുടെ അസുഖം മാറി പകലായപ്പോൾ, അല്ലെങ്കിൽ യാത്രക്കാരൻ്റെ യാത്ര അവസാനിച്ചു, അതല്ലെങ്കിൽ ഹൈദുള്ള സ്ത്രീ ശുദ്ധിയായി. ഇങ്ങനെ ശരിയല്ല. ഇതാണ് ഒരാൾ പകൽ വേളയിൽ ഒരാൾ നോമ്പ് നോൽക്കാൻ ബാധ്യതയുള്ള ആളുകളിൽ അകപ്പെട്ടു എന്ന് വിചാരിക്കും. മനസ്സിലാവില്ലേ ഞാൻ പറയുന്നത്? മനസ്സിലാവില്ലേ? ശ്രദ്ധ പോരുത്. ഫലാ യഖ്ലു മിൻ ഹാലൈൻ. ഫലാ യഖ്ലു, അവൻ 2 അവസ്ഥകളിൽ നിന്ന് ഒഴിവാവുകയില്ല. രണ്ടാലൊരു അവസ്ഥയാണ് അവൻ ഉണ്ടായിരിക്കുക. ഒരാൾ പകലിൻ്റെ വേളയിൽ നോമ്പ് നിർബന്ധമാകുന്ന ആളുകളിൽ ഉൾപ്പെടുന്നു എങ്കിൽ 2ലൊരവസ്ഥ അവൻ ഉണ്ടായിരിക്കും. ഒന്നാമത്തേത് അൻയൂജദ ഷർത്തുൽ വുജൂബി അസ്നാ അന്നഹാർ. ഒന്നല്ലെങ്കിൽ നോമ്പ് നോൽക്കൽ നിർബന്ധമാകാൻ വേണ്ട നിബന്ധനകൾ അവന് ഉണ്ടാകുക. രാവിലെ ആകുമ്പോൾ നിബന്ധന ഉണ്ടാവുക, അല്ലെങ്കിൽ മാനിഅ ഇല്ലാതെയാവുക. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ പറയും മനസ്സിലാവും. നമ്മൾ പറഞ്ഞു ഷർത്തുകൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഷർത്തുകൾ, 2 മാനിഅ ഇല്ലാതിരിക്കുക. മാനിഅ ഏതാ? ഹൈദ് നിഫാസ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഷർത്തുകൾ ഏതെങ്കിലും ഒന്ന് ഒക്കുക രാവിലെ ആകുമ്പോൾ, അതല്ലെങ്കിൽ നോമ്പ് നോൽക്കാനുണ്ടായിരുന്ന തടസ്സം നീങ്ങിപ്പോവുക. 2ലേതെങ്കിലും ഒന്ന് സംഭവിക്കുക. അപ്പോൾ 2ൽ ഏത് സംഭവിച്ചാൽ എന്ത് ചെയ്യണം? അതാണ് ഇപ്പോൾ ഇനി പറയുന്നത്. അൻയൂജദ ഷർത്തുൽ വുജൂബി അസ്നാ അന്നഹാർ. ഒരാൾക്ക് പകലിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ പകൽ വേളയിൽ ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ നിർബന്ധമാകുന്ന നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് ഒത്തുവന്നു. കെമൻ ബലഗ്. കെമൻ കഫെന്തിനാ പോലെ, കമൻ ഒരുത്തനെ പോലെ. കമൻ ബലഗ എത്തിയെന്നരുത് ഇവിടെ, ഇത് ഫിഖാണ്. ബുലൂഗത്തി കമൻ ബലഗ. ഒന്നല്ലെങ്കിൽ ഒരുത്തൻ പ്രായപൂർത്തിയായി. എപ്പോഴാണ് പ്രായപൂർത്തി ആയത്? പകലിൻ്റെ മധ്യത്തിൽ. അപ്പം ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. കമൻ ബലഗ ഔ അഫാഖ. ഹദീസിൽ നേരത്തെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബുദ്ധി വെച്ചു. അഫാഖ് ഹദീസിൽ വന്നില്ലേ, വൽ മജ്നൂനു ഹത്ത യുഫീഖ്. അഫാഖ് എന്ന് പറഞ്ഞാൽ ബുദ്ധി വെക്കുക. ഔ അഫാഖ്, ഒന്നല്ലെങ്കിൽ ഒരുത്തൻ അവന് പ്രായപൂർത്തിയായി പകലിൻ്റെ മധ്യത്തിൽ. ഔ അഫാഖ്, അതല്ലെങ്കിൽ ബുദ്ധി വെച്ചു.
അത് ഭ്രാന്ത് തന്നെ. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവില്ല ഭ്രാന്ത്. നിങ്ങൾ ചിന്തിക്കില്ല, ഇതൊക്കെ മസാല നിങ്ങൾ ചിന്തിക്കണം. പ്രായപൂർത്തിയായത് ഉദാഹരണത്തിന് രാവിലെ പ്രായപൂർത്തിയാകുന്ന എങ്ങനെ ഉണ്ടാവുക? സ്ഖലനം സംഭവിച്ചു. സ്ഖലനം സംഭവിച്ചാൽ അതോട് രാവിലെ പ്രായപൂർത്തിയായി. അതേപോലെ തന്നെ ഔ അഫാഖ്, ഒരുത്തന് രാവിലെ ബുദ്ധിയുള്ളവനായി. എങ്ങനെയാണ് അതാവുന്നത്? ഇടയ്ക്ക് ഭ്രാന്ത് വന്നു പോയി നിൽക്കുന്ന ആൾക്കാരുണ്ട്. കംപ്ലീറ്റ് ടൈം ഭ്രാന്ത് ഉണ്ടാവില്ല, പിന്നെ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പ്രയാസകരമായ രോഗങ്ങൾ. അപ്പം അങ്ങനെ ഒരാൾക്ക് ഭ്രാന്ത് നീങ്ങി രാവിലെ ആയപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവന് ബുദ്ധി വെച്ചു. ഔ അസ്ലം, അതല്ലെങ്കിൽ പകലിൻ്റെ മധ്യത്തിൽ വെച്ചവൻ ഇസ്ലാം സ്വീകരിച്ചു. ഔ സബതത് റുയത്തുൽ ഹിലാലി നഹാറൻ, അതല്ലെങ്കിൽ അവന് രാവിലെ ആയപ്പോഴാണ് മനസ്സിലായത് ഹിലാൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അവന് അറിയില്ലായിരുന്നു ആ കാര്യം. ഇങ്ങനെയായിക്കഴിഞ്ഞു ഈ അവസ്ഥകൾ അവന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫയൽസമുഹുമുൽ ഇംസാഖു ദൂനൽ ഖദാ, അവർക്ക് ഇംസാഖ് നിർബന്ധമാണ്. ദൂനൽ ഖദാ, ഖദാ നിർബന്ധമല്ല. ദൂന എന്ന് പറഞ്ഞാൽ ഒഴികെ, യൽസം എന്ന് പറഞ്ഞാൽ നിർബന്ധമാകും. യൽസമുഹും അവർക്കുമേൽ നിർബന്ധമാകും അൽ ഇംസാഖ്. ഇംസാഖ് എന്താ? ഇംസാഖ് എന്താ? പിടിച്ചു വയ്ക്കൽ, നോമ്പുകാരനെ പോലെ ജീവിക്കൽ, എന്നാണ് ഇംസാഖ് എന്ന് പറയാം. ബാക്കിയുള്ള സമയം നോമ്പുകാരനെ പോലെ ആവൽ അവർക്ക് മേൽ നിർബന്ധമാവും. ദൂനൽ ഖളാ, എന്നാൽ ഖളാ വീട്ടണോ? വേണ്ടതില്ല. എന്തുകൊണ്ട് ഖളാ വീട്ടേണ്ടതില്ല എന്ന് പറയുന്നത്? രാവിലെയുടെ തുടക്കത്തിൽ അവർ ഇതിന് നിർബന്ധമുള്ള ആൾക്കാരായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് നോമ്പുകാരെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞത്? നിബന്ധന ഒത്തിട്ടുണ്ട്. ഇനി ഇപ്പം അവർക്ക് ഇത്രയും നേരം നിബന്ധന ഇല്ലായിരുന്നു, ഇതോടുകൂടി അവർക്ക് നോമ്പ് നിർബന്ധമായി. അപ്പോൾ ഇനി അവർ എന്ത് ചെയ്യുക? നോമ്പുകാരെ പോലെ അവരോട് സദൃശ്യരായി നിൽക്കുക, റമദാൻ മാസത്തിൻ്റെ പവിത്രത പരിഗണിച്ചുകൊണ്ടുകൂടി. ഇപ്പോൾ നിർബന്ധമായതിന് ശേഷമുള്ള സമയം അവർ നോമ്പുകാരെ പോലെ കഴിയുക. ആ നോമ്പ് അവർ ഖളാ വിട്ടേണ്ടതില്ല. എന്തുകൊണ്ട്? അവർക്കതിന് മുൻപ് നിർബന്ധമാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. കുറച്ച് കൂടിയില്ലേ ഇത്തിരി മസാല, അത്രയും വേണ്ടിയിരുന്നില്ല, കഴിഞ്ഞിട്ടില്ല. പറയും, ഇത് വരും ഇൻഷാ അല്ലാഹ്. ഇത് യാത്രക്കാരൻ്റെ മസാല വരും ഇൻഷാ അല്ലാഹ്. യാത്രക്കാരൻ രോഗിയുടെ മസാലക്ക് വരും. ഫയൽസമുഹുമുൽ ഇംസാഖു ദൂനൽ ഖദാഇ, അവർക്കൊക്കെ നോമ്പ് കാരനെ പോലെ നിലകൊള്ളൽ നിർബന്ധമാകും. ദൂനൽ ഖദാ, ഖദാ നിർബന്ധമാവുകയില്ല, ഖദാ വിട്ടേണ്ടതില്ല. വലൗ അഫ്തറു അവ്വലൻ നഹാർ, വലൗ അയ്യോ ആണെങ്കിൽ പോലും, വലവ് എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ പോലും, വലൗ അഫ്തറു, അവർ നോമ്പ് മുറിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അവ്വലൻ നഹാർ, പകലിൻ്റെ ആരംഭത്തിൽ. അവർ പകലിൻ്റെ ആരംഭത്തിൽ, ഒരു കുട്ടി അവന് ദുഹറിന് ശേഷമാണ് പ്രായപൂർത്തിയായി വിചാരിക്കുക. അപ്പോൾ അവന് പകലിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വിചാരിക്കുക. എങ്കിൽ പോലും അവൻ എന്ത് ചെയ്യേണ്ടതില്ല? ആ നോമ്പ് ഖദാ വീട്ടേണ്ടതില്ല. പിന്നെ എന്ത് ചെയ്യേണ്ടതുള്ളൂ? ദുഹറിന് ശേഷം നോമ്പുകാരനെ പോലെ കഴിഞ്ഞാൽ മതി. എന്തുകൊണ്ടത് ഇങ്ങനെ പറയാൻ കാരണം? തൊട്ടു മുൻപുള്ള സമയത്ത് അവന് വാജിബല്ലായിരുന്നു, ഇതോടുകൂടി അവന് വാജിബായി. അപ്പോൾ അവൻ ആ വാജിബായ സമയത്ത് എന്ത് ചെയ്യുക? നോമ്പുകാരനെ പോലെ ജീവിക്കുക. ശരി, ഇത് പഠിക്കുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ പെട്ടെന്ന് വന്നോളുന്നില്ല. പക്ഷെ എപ്പോഴാണ് വിധിവിലക്കുകൾ മാറുന്നത്, എപ്പോഴാണ് വിധിവിലക്ക് ഇങ്ങനെ ആവുന്നത്, ഇത് മനസ്സിലാക്കാൻ ശരീഅത്തിൻ്റെ നിയമങ്ങൾ എപ്പോഴാണ് ഒരാൾക്ക് ബാധകമാവുക, എപ്പോഴാണ് ബാധകമാവുന്നത്? ആ നോമ്പ് അവനില്ല. ആ നോമ്പ് അവന് ഇംസാക്ക് ചെയ്തതിന് ഇൻഷാ അല്ലാഹ് അവന് പുണ്യം പ്രതീക്ഷിക്കാം. പക്ഷെ അവന് നോമ്പെടുത്ത് പൂർണ്ണമായി നോമ്പെടുത്തവനെ പോലെയാണെന്ന് പറയാൻ പറ്റില്ല. അവൻ്റെ മേൽ ആ നോമ്പ് നിർബന്ധമില്ല. പക്ഷേ എന്നാൽ അവനോട് നോമ്പ് ഒഴിവാക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? മാസത്തിൻ്റെ പവിത്രത പരിഗണിച്ചുകൊണ്ടും ഇനി മുതൽ, ഈ സമയം മുതൽ അവൻ നോമ്പുകാരൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് കൊണ്ട്. അപ്പോൾ അവന് സാധിക്കുന്നത് എന്താ? ഇത്ര സമയം കുറച്ച് സമയമെങ്കിലും അവൻ്റെ മേൽ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയ അവസ്ഥ അവനില്ലായിരുന്നു. അപ്പോൾ അവനോട് നോമ്പ് നോക്കേണ്ടതില്ല എന്ന് പറയുന്നു. കുറച്ച് സമയമാണെങ്കിൽ കുറച്ച് സമയം അവൻ എന്ത് ചെയ്തിരുന്നില്ല, അവനത് വാജിബായിരുന്നില്ല. ഫിഖിൻ്റെ മസാലകൾ ഞാൻ പ്രത്യേകം പറയാത്തതിന് എനിക്ക് അറിയണ്ടാവില്ല, ഈ വ്യത്യാസങ്ങളുണ്ടാവും. ഞാൻ എല്ലാത്തിലും ഈ വ്യത്യാസം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഈ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ നമുക്ക് ശരിയാണെന്ന് മനസ്സിലാകുന്ന അഭിപ്രായമാണ് ഈ പറയുന്നത്. രണ്ടാമത്തേത് അൻ യസൂല മാനിഉൽ വുജൂബി അസ്നാ അൻ നഹാർ,
വാജിബാകുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങൾ എന്താണോ അത് നീങ്ങുക. ഒരുത്തൻ്റെ മേൽ നോമ്പ് നിർബന്ധമാണ്, പക്ഷേ ഒരു തടസ്സമുള്ളത് കാരണമാണ് അവന് നോമ്പ് നിർബന്ധമാകാത്തത്. ഒരു തടസ്സമുണ്ട്, എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, അതുള്ളത് കൊണ്ട് അവൻ നോമ്പ് നിർബന്ധമല്ല. ശരിക്കും അവൻ്റെ മേൽ നോമ്പ് നിർബന്ധമാണ്, പക്ഷേ ഒരു തടസ്സം വന്നപ്പോൾ ഹായിലായ പെണ്ണ്, അവൾക്ക് നോമ്പ് നിർബന്ധമാണോ? അല്ല. എന്നാൽ അവളെ ഹായിലല്ലായിരുന്നെങ്കിലോ നോമ്പ് നിർബന്ധമാണ്. എന്നാൽ കുട്ടിയോ? ആണോ? അല്ല. കുട്ടി അല്ലെങ്കിൽ നോമ്പ് അവളുടെ മേലെ അസല് അടിസ്ഥാനപരമായി നിർബന്ധമല്ല. പക്ഷെ ഇവരോ? യാത്രക്കാരനോ? യാത്രക്കാരന് നോമ്പ് നിർബന്ധമാണ്. യാത്ര ഉള്ളത് കൊണ്ടാണ് അവൻ്റെ മേൽ നോമ്പ് നിർബന്ധമാകരുത്. മനസ്സിലായി പറഞ്ഞേ? മനസ്സിലായി നിങ്ങൾക്ക്? പോയിട്ട് ഇൻഷാ അല്ലാഹ് വീട്ടിൽ പോയിട്ട് രണ്ടാമതൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ ഓർമ്മ നിൽക്കും ഇൻഷാ അല്ലാഹ്. അൻ യസൂല മാനിഉൽ വുജൂബി അസ്നാ അന്നഹാർ. നോമ്പ് നിർബന്ധമാകാൻ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സം പകലിൻ്റെ മധ്യത്തിൽ നീങ്ങിപ്പോവുക. ഉദാഹരണത്തിന് മുസാഫിറിൻ ഖദിം. ഉദാഹരണത്തിന് ഒരു മുസാഫിറിനെ പോലെ, യാത്രക്കാരൻ. ഖദിം നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടുകാരനെ യാത്ര ചെയ്യാൻ രാവിലെ യാത്രക്ക് പോയി, യാത്രയിൽ നോമ്പ് ഉണ്ടായിരുന്നില്ല, നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഔ ഹാഇദിൻ തഹുറത്ത്. അതല്ലെങ്കിൽ ഒരു ഹായിലായ സ്ത്രീയായിരുന്നു, അവൾ ശുദ്ധിയായി, രാവിലെ പകുതി വെച്ചിട്ട് ശുദ്ധിയായി. ഫയൽസമുഹുൽ ഖദാഉ ഇജ്മാഅൻ. അവർക്ക് മേൽ എന്ത് നിർബന്ധമാണ്? ഖദാ വീട്ടാൻ നിർബന്ധമാണ്. അതിൽ കാര്യത്തിൽ പ്രത്യേകിച്ചല്ല, ഇജ്മാ ഉണ്ടല്ലോ, എന്തായാലും ഖദാ വീട്ടിയിരിക്കണം. വലാ യൽസമുഹുമ അൽ ഇംസാക്ക്. നോമ്പുകാരനെ പോലെ ബാക്കി സമയം കൂടി കഴിയുക എന്നത് അവരുടെ മേൽ നിർബന്ധം. എന്തുകൊണ്ട് നിർബന്ധമില്ല? അള്ളാഹ് അവർക്ക് പകലിൻ്റെ തുടക്കത്തിൽ ഉദ്ർ നൽകിയിട്ടുണ്ട്. ഉദ്റിനുള്ള കാരണം അവർക്ക് പകൽ അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു. മറ്റവരങ്ങനെയല്ല, പകലിൻ്റെ തുടക്കത്തിലോ അവർക്ക് നോമ്പ് നിർബന്ധമില്ലായിരുന്നു. അവർക്ക് ഉദ്റുണ്ടായിരുന്നു. പിന്നീട് ആ ഉദ്ർ നീങ്ങിയത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? മനസ്സിലാക്കി രണ്ട് തമ്മിലുള്ള വ്യത്യാസം. വല ഇൽസമുഹുമ അൽ ഇംസാക്ക്. അതുകൊണ്ട് തന്നെ അവർക്കുമേൽ ഇംസാക്ക് നിർബന്ധമില്ല. മനസ്സിലായി പറഞ്ഞു? ഇപ്പോൾ രണ്ട് അവസ്ഥകൾ ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഒന്ന്, നോമ്പിൻ്റെ നിബന്ധനകൾ ഏതെങ്കിലും ഒന്ന് രാവിലെ ഒരാൾക്ക് ഒത്തുവരാം. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ബാക്കി സമയം നോമ്പ് പോലെ ജീവിക്കണം, ഖളാ കൂട്ടേണ്ടതില്ല. രണ്ട്, നോമ്പുകാരനാകാൻ തടസ്സമായിരുന്ന ചില കാര്യങ്ങൾ അയാൾക്കുണ്ടായിരുന്നു. അയാൾക്ക് മേൽ നോമ്പ് നിർബന്ധമാകാതിരിക്കാൻ ചില തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സം നീങ്ങിപ്പോയി. അയാളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സമയം നോമ്പുകാരനെ പോലെ കഴിയേണ്ട നിർബന്ധമില്ല. ചില ആളുകൾ പറഞ്ഞു മുസ്തഹബാണ്. ശാഫിഈ മദ്ഹബിലൊക്കെ ഖൗൽ മുസ്തഹബാണ്, സുന്നത്താണ്, നല്ലതാണ്. മാത്രമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇവർ ഇപ്പോൾ രാവിലെ സമയത്ത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് എന്ത് ചെയ്യരുത്? നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ആൾക്കാരുടെ മുന്നിൽ വെച്ച് ചെയ്യരുത്. എന്തുകൊണ്ട്? കാരണം ആളുകൾ അവനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. യാത്രക്കാരൻ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് നോമ്പ് തുറന്നിട്ട് അങ്ങാടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ യാത്രക്കാരനാണെന്ന് അറിയില്ല, തെറ്റിദ്ധരിക്കും. അതുപോലെ തന്നെ രോഗിയായ ഒരാൾ അസുഖം മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? രാവിലെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കരുത്, ഉള്ളിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ ആളുകളുടെ മുന്നിൽ നിന്ന് പറ്റുമെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരുടെ മുന്നിൽ പോലും കഴിക്കാതിരിക്കുക, അവർക്കൊരു പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിൽ. കാരണം റമദാൻ്റെ പകൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആ മാസത്തിനോട് യോജിക്കാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ആളുകളില്ലാത്തടത്ത് വെച്ച് ചെയ്യുക. അതുകൊണ്ട് ശാഫിഈ മദ്ഹബിൽ അവർ പറഞ്ഞു മുസ്തഹബാണ്. എന്നാൽ മുസ്തഹബ് കൂടിയല്ല, അവർക്ക് അനുവാദമുണ്ട് ഭക്ഷണം കഴിക്കണം, അള്ളാഹ് അനുവദിച്ച കാര്യമാണ്. അത് നമ്മൾ ഒരിക്കലും അവർക്ക് ഒഴിവാക്കണമെന്ന് അവരോട് പറയാൻ ന്യായമില്ല. ഇപ്പോൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞേക്കാണ്, ചില പണ്ഡിതന്മാർ പറഞ്ഞു ഹൈലുള്ള സ്ത്രീകൾ പകലിൽ ശുദ്ധിയായാൽ ബാക്കിയുള്ള സമയം അവർ നോമ്പ് കാരനെ പോലെ ആയിരിക്കണം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയിൽ അദ്ദേഹം പറഞ്ഞു, അള്ളാഹ് അവർക്ക് നൽകിയ ഉദ്റാൻ, ഹായിദാണോ നഫസാ ആണോ, അവർക്ക് നോമ്പ് ഒഴിവാക്കാം. എന്നിട്ട് നമ്മൾ അവരോട് പറയണം, നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കി സമയം നോമ്പുകാരനെ പോലെ ആകണം. എന്നാൽ ശരി, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് നോക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? ഖളാ കൂട്ടണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അവർക്ക് പിന്നെ ഖളാവും കൂട്ടണം. അപ്പോൾ
അവരുടെ മേൽ ഒരു പ്രയാസകരമായ കാര്യം 2 തവണ ചെയ്യിപ്പിക്കാൻ പ്രത്യേകിച്ച് യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇളവുണ്ട്. രാവിലെ അവർ ഹൈദിലുണ്ടായിരുന്നു, പകുതി വെച്ചിട്ടാണ് മാറിയതെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാം. പക്ഷേ അൽഹംദുലില്ലാ പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ എന്ത് ചെയ്യില്ല, പരസ്യമായി ഹൈദുള്ള സമയത്ത് ഭക്ഷണം കഴിക്കില്ല. പല കാരണങ്ങളുണ്ട്. ഹൈദ് ഉണ്ട് എന്നുള്ള പുറത്ത് ആൾക്കാർ അറിയിക്കാതിരിക്കുക എന്നുള്ള ഒരു കാരണമാണ്. ആളുകൾ മറ്റുള്ളവർക്ക് ഹൈദ്, ഒരു സ്ത്രീക്ക് ഹൈദുണ്ട് എന്ന് അറിയുന്നത് ഐബാണ്, പുറത്തേക്ക് ആൾക്കാർ അറിയാറുണ്ട്. ഇതാണ്. എത്ര ആൾക്കാർ പറഞ്ഞു? ഒന്ന്, കുട്ടികൾ പ്രായപൂർത്തിയായാൽ എന്ത് ചെയ്യണം? ബാക്കി സമയം ഇംസാക്കുണ്ട്, ഖദാ ഇല്ല. അതുപോലെ തന്നെ ഒരാൾക്ക് ബുദ്ധി വെച്ചാൽ ഇംസാക്കുണ്ട്, ഖദാ ഇല്ല. ശരി, ഒരാൾക്ക് റമദാൻ മാസത്തിൽ ഒരു ദിവസം പകുതി ബുദ്ധിയുണ്ട്, പകുതി ബുദ്ധി പോയി, അയാൾ എന്ത് ചെയ്യണം? ഖദാ ഉണ്ടോ ഇംസാക്കുണ്ടോ? ഖദാവുമില്ല, ഇംസാക്കുമില്ല. കാരണം ജുനൂനിന് മേൽ അസ്ലൻ നോമ്പ് നിർബന്ധമല്ല ഭ്രാന്തുള്ള ആൾക്ക്. അള്ളാഹു ഹദീസിനകത്ത് വന്നു, റുഫിഅ അൽ ഖലമു അൻ സലാസ്. ഒരാൾ പകലിൻ്റെ മധ്യത്തിൽ വെച്ച് മുസ്ലിമായി എങ്കിൽ എന്ത് ചെയ്യണം? ഇംസാക്കുണ്ട്, ഖദാ ഇല്ല. ഒരാൾ യാത്രക്കാരനായിരുന്നു, തിരിച്ചു വന്നു, എന്ത് ചെയ്യണം? ഖദാ കിട്ടിയാൽ മതി. ഇംസാക്കുണ്ടോ? ഇംസാക്ക് നിർബന്ധമില്ല. പക്ഷേ അയാൾ പുറമേക്ക് ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് നോമ്പ് തുറക്കുന്നത് ഒഴിവാക്കലാണ് നല്ലത്. സ്ത്രീകൾ, രോഗി അസുഖം മാറി, അവനെന്ത് ചെയ്യണം? ഖദാ ഉണ്ട്, ഇംസാക്ക്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള മസാലകളാണ്. ഇതൊക്കെ നമുക്ക് ബാധകമാണ്. കാരണം യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിലേക്ക് എത്തി, നല്ല വിശപ്പുണ്ട്, യാത്രേൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ഇന്നത്തെ കാലത്ത് യാത്ര ചെയ്താൽ, റമദാനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം ചിലപ്പോൾ പുറത്തുനിന്ന് കിട്ടില്ല. അപ്പോൾ വീട്ടിലെത്തി എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ട് എങ്കിൽ അവൻ എന്ത് ചെയ്യാം? അവന് എഴുതറെടുക്കാം, അതൊരു പ്രയാസമില്ല. അതുപോലെ തന്നെ രോഗിയായ ഒരാൾ അസുഖം മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് പ്രയാസം ഉണ്ടായിരിക്കും, കുറച്ച് പ്രയാസം ബാക്കി ഉണ്ടായിരിക്കും, ഭക്ഷണം കഴിക്കാം, അയാൾക്ക് ഭക്ഷണം കഴിക്കാം. അതുപോലെ ഹായിദായ സ്ത്രീകൾ, അവരുടെ കാര്യം എന്താ? അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഹായദിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസം കുറച്ച് ശക്തമാണ്, ഹായദ് നുഫസാൻ്റെ കാര്യത്തിൽ. പക്ഷെ അല്ലാഹു അഅലം, ഹായദാണോ നുഫസ ആണോ, അവർ എന്ത് ചെയ്യേണ്ടതില്ല? ഇംസാക്ക് വേണ്ടതില്ല. എന്ത് വേണം? ഖദാ വേണം. ശരി, സാന്ദർഭികമായി പറയാൻ പറ്റിയൊരു മസാല, സ്ത്രീകൾ റമദാൻ്റെ തുടക്കത്തിലോ മറ്റോ ഹൈദ് നീട്ടിവെക്കാൻ വേണ്ടി ടാബ്ലറ്റ്സ് കഴിക്കുന്നതിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. ഹൈദ് നീട്ടിവെക്കാൻ വേണ്ടി. ഇപ്പോൾ ഹജ്ജിലും ചിലപ്പോൾ ആൾക്കാർ ചെയ്യും, ഹജ്ജിൻ്റെ സമയം ഹൈദ് വരാതിരിക്കാൻ വേണ്ടി. പഴയ കാലത്തുള്ള മസാലാണിത്, വളരെ പഴയ കാലം മുതലേ ഈ മസാല ഉണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതിൽ താല്പര്യം ഒഴിവാക്കുന്നത് നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ പഴയ കാലത്ത് ഹൈദ് നീട്ടിവെക്കാൻ സഹായിക്കുന്ന ചില പാനീയങ്ങളും മറ്റും കുടിച്ചിട്ട് ഇത് കുറച്ച് നീട്ടിവെക്കാൻ അവർ ചിലർ ശ്രമിക്കാറുണ്ടായിരുന്നു. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പിൽക്കാലത്ത് ഇബ്നു ഉസൈമീനെ പോലെ പല പണ്ഡിതന്മാരും അത് വല്ലാതെ നിരുത്സാഹപ്പെടുത്തിയതായി കാണാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് മിക്കവാറും ശരീരത്തിന് പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച പ്രകൃതിപരമായ കാര്യമാണ്. ഇതിൻ്റെ സമയം നമ്മൾ തടുത്തു വെക്കാൻ ശ്രമിക്കാൻ ഇങ്ങനത്തെ ടാബ്ലറ്റും മറ്റും ഉപയോഗിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പിന്നീട് അത് ഹൈദിൻ്റെ മെൻസസിൻ്റെ സൈക്കിള് കംപ്ലീറ്റായി തകരാറിലാവും. പിന്നെ സമയത്തിന് ഹൈദില്ലാത്ത അവസ്ഥ, ചിലപ്പോൾ ഹൈദ് നിൽക്കാത്ത അവസ്ഥ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് ഈ കാലത്ത് കൂടുതൽ ചോദ്യം അധികരിച്ചതിൻ്റെ ഒരു കാരണം ഇതാണ്. ഇങ്ങനത്തെ കുറേ മരുന്ന് വെച്ചിട്ടാണ്, ഭക്ഷണ രീതിയിലും മറ്റുമൊക്കെ. അപ്പോൾ അത് പലരും നിരുത്സാഹപ്പെടുത്തിയതായി കാണാം. ആ ദിവസങ്ങളിൽ നോമ്പ് ഒഴിവാക്കുക, അതിനുശേഷം പിന്നീട് നോമ്പെടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ അനുവദനീയമാണോ എന്ന ചോദ്യത്തിന് പലരും കൊടുത്ത ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ ഒക്കെ ഖൗല് പറ്റുമെന്ന്, അനുവദനീയമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. സ്ത്രീകൾ ഇങ്ങനത്തെ ടാബ്ലറ്റുകൾ റമദാൻ മാസം എത്തുന്നതിന് മുൻപ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് അവരുടെ ശരീരത്തിന് പലപ്പോഴും നല്ലത്. അല്ലാഹു അഅലം. എന്നൊരു ഡോക്ടർ പറയാൻ തീരെ ഒരു ഉപദ്രവം ഇല്ല, ഒരു പ്രയാസം വരില്ല എന്ന് പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ്. ശരി, ഇനി അടുത്ത അതിൽ കുറച്ച് അൽ മരീദ് എന്നല്ലേ, മറദ്ന അൽ മരീദ്.
ഒമൻ അജസ അനി സൗമി അല്ലെ അജസ എന്നാട്ടോ അക്ഷരത്തെറ്റുണ്ട്. ഒമൻ അജസ അനി സൗമി ലിമറദിൻ, ഒരാൾക്ക് ഒമൻ അജസ അസാധ്യമായി അല്ലെങ്കിൽ കഴിയാതെ വന്നു, അൻ അസൗമി നോമ്പ് നോൽക്കാൻ കഴിയാതെ വന്നു, ലിമറദിൻ എന്താണ് അതിനുള്ള കാരണം? രോഗം കാരണത്താൽ. ലി എന്നുള്ളത് കാരണം എന്നുള്ള അർത്ഥത്തിൽ. ലിമറദിൻ രോഗം കാരണത്താൽ ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ രോഗം രണ്ട് രൂപത്തിലാണ്. ഒന്ന് മറദുൻ യുർജാ ബുർഉഹു, മറദുൻ ലാ യുർജാ ബുർഉഹു. ഇൻഷാ അല്ലാഹ് കിതാബിന് വരുന്നുണ്ട്. ഒന്ന് മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം, കിടപ്പിലായ രോഗം, ഇനി മാറാൻ പ്രതീക്ഷയല്ല, അങ്ങനത്തെ രോഗങ്ങൾ. രണ്ട് മറദുൻ ലാ യുർജാ ബുർഉഹു, മറദുൻ യുർജാ ബുർഉഹു. എന്താ യുർജ തന്നെ? യുർജഉ എന്നല്ല, യുർജ പ്രതീക്ഷിക്കപ്പെടുന്നു. മറദുൻ യുർജ ബുർഉഹു, ബുർ എന്നാണ് ബുർ ബരിഅ എന്നൊക്കെ പറഞ്ഞത് ഭേദമാവുക. ബുർ എന്നാണ് ഭേദമാവുക. അത് എന്താ പറയുക, ബരി എന്നാണ് ബന്ധവിച്ഛേദത്തിന് പറയുന്നത്. ഇത് എന്താണ് രോഗം ഭേദമാവുക. രോഗം ഭേദമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന രോഗവും ഭേദമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള രോഗങ്ങളുണ്ട്. രോഗം ഭേദമാവില്ല എന്ന് പ്രതീക്ഷിച്ച് ഉദാഹരണത്തിന് ഭയങ്കര വാർദ്ധക്യം വന്നു, അല്ലെങ്കിൽ അസുഖം വന്നു, ഇനി ഡോക്ടർമാർ പറയണം മാറാൻ സാധ്യതയില്ല, അങ്ങനെ പറയുന്ന രോഗങ്ങൾ. രണ്ടാമത്തെ ഏതാ? മാറാൻ സാധ്യതയുള്ള സാധാരണ നിലക്ക് മാറുന്ന രോഗങ്ങൾ. അപ്പോൾ രണ്ട് തരത്തിലുള്ള രോഗങ്ങളുണ്ട്. വമൻ അജസ അനി സൗമി ഒരാൾക്ക് നോമ്പ് സാധ്യമാകില്ല ലിമറദിൻ രോഗം കാരണത്താൽ. ഈ രോഗം എങ്ങനെയുള്ളതാണ്? ലാ യുർജാ ബുർഉഹു, എന്താ അതിൻ്റെ അർത്ഥം? മാറുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗമാണ്. ഔ ലിഖിബറിൻ, ഔ അതല്ലെങ്കിൽ ലിഖിബർ, വൃത്തിയാ വാർദ്ധക്യം ബാധിച്ചു. കിബറും കിബറും ഉണ്ട്. കിബർ ഏതാ? കിബർ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം, കിബർ എന്ന് പറഞ്ഞാലോ അഹങ്കാരം. മറ്റേ ദുആയിലുള്ള എന്താ? കിബറാണ്. പലരും തെറ്റിച്ചിട്ട് ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. സൂഇൽ കിബർ എന്നാണ്, കിബർ എന്നല്ല, സൂഇൽ കിബർ എന്നല്ല, സൂഇൽ കിബർ. വാർദ്ധക്യത്തിൻ്റെ മോശത്തരങ്ങൾ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ഞാൻ രക്ഷ ചോദിക്കുന്നു. കിബർ എന്നാണ്. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ അർത്ഥമാണ്. അപ്പം ഈ ശരിക്കും യഥാർത്ഥത്തിൽ വാർദ്ധക്യത്തിൻ്റെ വിഷയത്തിൽ വന്ന തെളിവുകളാണ് ഈ പറഞ്ഞതിലുള്ള തെളിവ്. വാർദ്ധക്യം ബാധിച്ച ആൾക്ക് ഇനി ആ രോഗം മാറുമോ? ഇല്ല. വാർദ്ധക്യം മരുന്നില്ലാത്ത രോഗമാണ്, അതിന് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇല്ല. വാർദ്ധക്യം ബാധിച്ച ഒരാൾ, അയാളുടെ വിഷയത്തിൽ വന്ന വിധിവിലക്കുകളാണ് മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗിയുടെ കാര്യത്തിൽ പൊതുവെ ബാധകമാക്കിയിട്ടുള്ളത്. ഒമൻ അജസ അനി സൗം ഒരാൾക്ക് നോമ്പ് സാധിക്കുന്നില്ല, ലിമറദിൻ ലാ യുർജാ ബുർഉഹു മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം വന്നു, അതല്ലെങ്കിൽ ഔ ലിഖിബറിൻ അതല്ലെങ്കിൽ അവന് വാർദ്ധക്യം ബാധിച്ചു, അവൻ എന്തു ചെയ്യണം? അഫ്തറ, നോമ്പ് തുറക്കണം. അഫ്തറ എന്നാ? അഫ്തറ നോമ്പ് തുറക്കണം, അവൻ നോമ്പ് ഒഴിവാക്കണം. അങ്ങനെ നോമ്പൊക്കെ ഉള്ള ശേഷിയില്ലാത്തത് കൊണ്ട് അഫ്തറ. അഫ്തറ വ അത്അമ അൻ കുല്ലി യൗമിൻ മിസ്കീനൻ, വ അത്അമ ഭക്ഷിപ്പിക്കണം, ഭക്ഷണം നൽകണം. അൻ കുല്ലി യൗമിൻ എല്ലാ ദിവസത്തിനും പകരമായി, നോമ്പ് ഒഴിവാക്കിയ ദിവസങ്ങൾക്കു പകരമായി ഭക്ഷണം കൊടുക്കണം. ആർക്ക് ഭക്ഷണം കൊടുക്കണം? മിസ്കീനൻ, ഒരു മിസ്കീനിന്. അപ്പോൾ ഒരു ദിവസം പോയാൽ ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുക്കണം. എന്താണ് അവൻ കൊടുക്കേണ്ട ഭക്ഷണം? ഔസത മാ യുത്ഇമു അഹ്ലഹു അവൻ്റെ വീട്ടുകാർക്ക് നൽകുന്ന ഭക്ഷണത്തിൻ്റെ ഒരളവിലുള്ളത്. പൊതുവെ അവൻ്റെ വീട്ടുകാർക്ക് നൽകുന്നൊരു ഭക്ഷണത്തിൻ്റെ അളവില്ലേ, ആ ഭക്ഷണത്തിൻ്റെ അളവ് ഭക്ഷണം അവൻ ആർക്ക് കൊടുക്കണം? ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കണം. അത് പൊതുവെ ഭക്ഷണം എന്ന അർത്ഥത്തിൽ വിശപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കഴിക്കുന്ന ഭക്ഷണം ഒരു അളവുണ്ടായിരിക്കുമല്ലോ നമ്മളെ വീട്ടുകാർക്ക് കൊടുക്കുന്നത്, അത് കൊടുക്കണം. എന്തുകൊണ്ടാണ് പ്രത്യേകം പറയാൻ കാരണം? അല്ലെ ഒരാളെ വിളിച്ചു കൊടുത്തിട്ട് ഒരു പഴംപൊരി കൊടുത്തു കഴിഞ്ഞാലോ, അപ്പോൾ അത് മതിയാവില്ല. മറിച്ച് വീട്ടുകാർക്ക് ഭക്ഷണം വിശപ്പ് തീരാൻ വേണ്ടി കൊടുക്കുന്ന ഏതാണ്ടുള്ള ഭക്ഷണത്തിൻ്റെ അളവ് എത്രയാണോ അത്ര കൊടുക്കണം. അതാണ് ഔസതമായ തെളിവ് അഹ്ലഹു എന്ന് പറഞ്ഞത്.
അല്ല വെറും അത്താമാന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിലോ അത് ശരിയാവില്ല. ഭക്ഷണം കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ കുറച്ച് എന്തെങ്കിലും ഒരു 2 വറ്റ് കൊടുത്താലും ഭക്ഷണം കൊടുത്തു എന്ന് പറയാം. പക്ഷെ അതല്ല, മറിച്ച് ഒരാളുടെ വിശപ്പ് നീങ്ങാൻ പൊതുവെ അവൻ്റെ വീട്ടുകാർക്കൊക്കെ അവൻ കൊടുക്കാറുള്ള ഭക്ഷണം എത്രയാണോ അതിൻ്റെ ഒരു മധ്യമ നിലവാരത്തിലുള്ള ഭക്ഷണം അവൻ കൊടുക്കണം. ഒരു നേരത്തെ വഹുവ മാ യുഅദ്ദു ഇത്ആമൻ ഫിൽ ഉർഫി. വഹുവ ഈ ഇത്ര മധ്യമ നിലവാരത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞില്ല. വഹുവ അതായത് അത് മാ യുഅദ്ദു എണ്ണപ്പെടുന്നതാണ്. ഇത്ആമൻ ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു എന്ന് എണ്ണപ്പെടുന്നതാണ്. ഉർഫൻ എന്നാണ് അത് ഉർഫത്ത് നാട്ടുനടപ്പ് പ്രകാരം ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറയാവുന്ന രൂപത്തിൽ ഭക്ഷണം കൊടുത്തു. അതായത് കല്യാണത്തിന് വന്നാൽ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ നാട്ടുനടപ്പ് പ്രകാരമുള്ള ഭക്ഷണം. കല്യാണത്തിന് വന്നാൽ എന്താ ഒരാൾ കൊടുക്കൽ കുറച്ച് ഭക്ഷണം ഉണ്ടാവില്ലേ, അതൊരു നാട്ടുനടപ്പ് പ്രകാരമുള്ള ഭക്ഷണമാണ്. അപ്പോൾ അത്രയും ഭക്ഷണം ഒരാൾ ആർക്ക് കൊടുക്കണം? മിസ്കീന് കൊടുത്തു. ഒരു നോമ്പിന് പകരം അത് ഒരേ മിസ്കീന് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ വ്യത്യസ്ത സമയങ്ങളിൽ കൊടുത്താൽ മതി എന്നുള്ളൂ. രാവിലെ കൊടുക്കുക, രാത്രി കൊടുക്കുക, അപ്പോൾ 2 നോമ്പിന് പകരമായി. അതല്ലെങ്കിൽ 30 നോമ്പ് പോയാൽ 30 മിസ്കീന്മാരെ വിളിച്ചിട്ട് ഒറ്റ നേരം കൊടുത്താൽ മതി. അപ്പോൾ 2 രൂപത്തിൽ കൊടുക്കുക. താമ 2 രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മിസ്കീന് തിന്നാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയതിന് ശേഷം കൊടുക്കുക. അപ്പോൾ അതിൽ എന്ത് നോക്കിയാൽ മതി? ഈ പറഞ്ഞ അളവ് നോക്കിയാൽ മതി. ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഹോട്ടലിൽ ഒരാൾക്ക് ഫുഡ് വാങ്ങിച്ചാൽ ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏതാണ്ട് ഔസത്തമായ അഹ്ലഹു എന്ന് പറയുന്നില്ല. അപ്പോൾ അതിൽ പ്രത്യേകം കിലോൻ്റെ കണക്കില്ല. പിന്നെയോ ആളുകൾ എത്രയാണോ നാട്ടിൽ പൊതുവെ നടപ്പനുസരിച്ച് കഴിക്കുന്നത് അത്ര ഭക്ഷണം കൊടുക്കുക. ഒന്നല്ലെങ്കിൽ ആ രീതി സ്വീകരിക്കുക, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാവുന്ന വിധത്തിൽ കൊണ്ടുപോയി കൊടുക്കുക. അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? നിസ്ഫ് സാ കൊടുക്കണം. എന്താ കൊടുക്കുക? നിസ്ഫ് സാ ഭക്ഷണം. നിസ്ഫ് സാ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അളവ് അനുസരിച്ച് ഏതാണ്ട് 1.5 കിലോ വരും. ഏതാണ്ട് 1.5 കിലോ തികച്ചില്ല, പക്ഷെ 1.5 കിലോ കൊടുത്താൽ നിസ്ഫ് സാ ആയിട്ടുണ്ട്. അപ്പോൾ 1.5 കിലോ അരിയോ അതിൽ ഗോതമ്പോ എന്താണ് ഓരോ നാട്ടിൽ കഴിക്കുന്ന ഭക്ഷണം അത് കൊടുത്താൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനെന്തായി? ഒരു അതിപ്പോൾ വില കൂടിയ അരി കൊടുക്കണോ വില കുറഞ്ഞ അരി കൊടുക്കണോ? വളരെ ഒരാൾ ഭക്ഷണം കഴിക്കാത്ത വിധത്തിലുള്ള അരി കൊടുക്കരുത്, പക്ഷേ നാട്ടിലെ ആൾക്കാർക്ക് പൊതുവെ കഴിക്കുന്നതായിരിക്കണം. വില കൂടിയത് ഒരാൾ കൊടുത്താൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? അളവ് കുറക്കാൻ പാടില്ല. ഞാൻ ഇത്ര വിലൻ്റെ അരിയാണ് കൊടുത്തത് എന്നിട്ട് അത് 1/4 കിലോ കൊടുക്കാൻ പറ്റില്ല. ഒരു റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി 1.5 കിലോ വാങ്ങിക്കണമെങ്കിൽ ഈ 1/4 കിലോ അരിൻ്റെ വില ഉണ്ട് എന്നിട്ട് കാര്യമില്ല. അളവാണ് മുഖ്യമായിട്ടുള്ളത്, അല്ലാതെ മൂല്യമല്ല. അപ്പോൾ അളവ് 1.5 കിലോ ഉണ്ടായിരിക്കണം. 1.5 കിലോ ഒരാൾക്ക് ഒന്നിച്ച് ഒരു മിസ്കീൻ അർഹതയുള്ള ആളാണെങ്കിൽ കൊടുക്കാം. 30 നോമ്പുണ്ടെങ്കിൽ 30 45 കിലോ ഉണ്ടാവും. 45 കിലോ കൊടുത്താൽ അവൻ്റെ ബാധ്യത വീടി. അടുത്ത നോമ്പിന് മുമ്പ് മിസ്കിമാരെ കണ്ടെത്തണോ? അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്ത് പോയിട്ട് മിസ്കിമാരെ എവിടെയെങ്കിലും കണ്ടെത്തണം. മിസ്കിമാരെ എന്തായാലും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. തീരെ ഇല്ലാതിരിക്കുക എന്നുള്ളത് വളരെ സാധ്യത കുറവാണ്. അത്രയും അങ്ങനത്തെ ഒരു കാലം വന്നാൽ ഉണ്ട്, അങ്ങനത്തെ ചില കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അങ്ങനെ സാധ്യത കുറവാണ്. മിസ്കിമ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്തായാലും. വൽ മരീദു മറദൻ യുർജാ ബുർഉഹു. അയ്യോ, രണ്ടാമത്തെ ആൾ ആരാണ്? വൽ മരീദു മറദൻ യുർജാ ബുർഉഹു, രോഗം മാറാൻ സാധ്യതയുള്ള രോഗിയാണ്. ശരി, നേരത്തെ പറഞ്ഞതിനുള്ള തെളിവെന്താ? രോഗിയായ ആൾ ഭക്ഷണം കൊടുത്താൽ മതി എന്നുള്ളതിന് തെളിവെന്താ? ഖുർആനിലെ ആയത്താണ്. ഏതായത്ത്? വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യത്തുൻ തആമു മിസ്കീൻ. ആയത്താണ് തെളിവ്. ഈ ആയത്ത് ഇൻഷാ അല്ലാഹ് തഫ്സീർ വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. ആയത്തിൻ്റെ തഫ്സീർ 2 രൂപത്തിൽ വന്നിട്ടുണ്ട്. അയ്യോ, വൽ മരീദു മറദൻ യുർജാ ബുർഉഹു, രോഗം മാറുമെന്ന് പ്രതീക്ഷയുള്ള രോഗിയുടെ കാര്യം. അവൻ്റെ അവസ്ഥ 3 അവസ്ഥകളാണ്. 3-ലൊരു അവസ്ഥയാണ് അവനുണ്ടായിരിക്കുക. ഒന്നാമത്തേത് ഇൻഷക്ക അലൈഹി സൗമു വലം യദുറഹു, നോമ്പ് എടുത്താൽ അവന് അത് പ്രയാസമായിരിക്കും. സാധാരണ ആൾക്കാർ നോമ്പെടുക്കുന്ന പോലെ ആയിരിക്കില്ല, അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും നോമ്പെടുത്താൽ.
ഇൻ ഷക്ക അലൈഹി അസ്സൗമു വലം യദുറഹു, അവന് രോഗം, ഉദാഹരണത്തിന് അവൻ്റെ രോഗം കുറച്ച് വർദ്ധിക്കും നോമ്പെടുത്താൽ, അതല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എടുക്കുന്നത് ശാരീരികമായി സാധാരണയിൽ കവിഞ്ഞ ഒരു പ്രയാസമുണ്ടാക്കും. സാധാരണ നോമ്പെടുക്കുന്ന പോലെ ആയിരിക്കില്ല. പക്ഷേ അവൻ നോമ്പെടുത്താൽ അവന് കുറച്ച് പ്രയാസമുണ്ടാകും. നോമ്പെടുത്തത് കൊണ്ട് അവന് കുറച്ച് പ്രയാസം അധികരിക്കും. മനസ്സിലായില്ല? ഇതാണ് അതിൻ്റെ ബാബത്ത്. ഒന്നല്ലെങ്കിൽ രോഗം, ചില ആൾക്കാർക്ക് രോഗം എന്തില്ല, പ്രയാസം ഉണ്ടാക്കില്ല നോമ്പെടുത്താൽ. പക്ഷേ ഭാവിയിൽ അവൻ്റെ അസുഖം മാറാൻ സമയം വൈകും. എന്താ ഈ ഷുഗറോ അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണെങ്കിൽ എടുക്കുന്നത് കൊണ്ട് അപ്പോൾ പ്രയാസം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അവൻ്റെ രോഗം മാറുന്നത് ചിലപ്പോൾ വൈകും, സമയമെടുക്കും. അതല്ലെങ്കിൽ പിന്നീട് അവൻ്റെ രോഗം അധികരിക്കും, അല്ലെങ്കിൽ അവൻ്റെ രോഗം മാറുന്നതിന് തടസ്സമാകും. ഇതൊക്കെ ഈ പറഞ്ഞതിൽ പെടുന്നതാണ്. നേർക്കുനേരം അവൻ നോമ്പെടുത്ത് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് ഒഴിവാക്കിയാൽ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് അവൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ കൂടുതൽ പ്രയാസത്തിലാവും. മനസ്സിലായി? ഇതൊക്കെ അതിൽ പെട്ടതാണ്. അതല്ലെങ്കിൽ അവൻ നോമ്പെടുക്കുന്നത് കൊണ്ട് സാധാരണയിൽ കവിഞ്ഞ പ്രയാസമുണ്ടാകും. ചെറിയ പ്രയാസമല്ല, മറിച്ച് സാധാരണയിൽ കവിഞ്ഞ പ്രയാസം ഉണ്ടായിരിക്കും. ചെറിയൊരു പ്രയാസം അല്ല, മറിച്ച് സാധാരണ കവിഞ്ഞ പ്രയാസം. ഈ അവസ്ഥയിൽ അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കുക എന്നതാണ് അവന് സുന്നത്തായിട്ടുള്ളത്. നോമ്പ് നോൽക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം മക്രൂഹാണ്, വെറുക്കപ്പെട്ടതാണ്. എന്നാൽ ഹറാമല്ല, പക്ഷേ ഒഴിവാക്കല, നോമ്പ് ഒഴിവാക്കുക ഏറ്റവും നല്ലത്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല റുഖ്സ നിശ്ചയിച്ചിട്ടുള്ളത് ജനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അവിടുന്ന് പറഞ്ഞതുപോലെ ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുഅ്താ റുഖസുഹു കമാ യക്റഹു അൻ കമാ യുഹിബ്ബു, അള്ളാഹു സുബ്ഹാനഹു തആല അവൻ തൻ്റെ അടിമകൾക്ക് നിശ്ചയിച്ച് നൽകിയ ഇളവുകൾ അവർ സ്വീകരിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. ഏതുപോലെ? അവൻ വിരോധിച്ച ഹറാമുകൾ അവർ ചെയ്യുന്നത് അവൻ വെറുക്കുന്നത് പോലെ. ഹറാമ് ഒരാൾ ചെയ്യുന്നത് അള്ളാഹു വെറുക്കുന്നത് പോലെ അള്ളാഹു നൽകിയ ഇളവുകൾ, അതിന് അർഹതയുള്ള ആളുകൾ അത് സ്വീകരിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഇളവുകൾ ചില ആൾക്കാർക്ക് അതിൽ വേണ്ടാത്തൊരു സ്വഭാവമുണ്ട്. എന്താ അത്? ഞാനൊന്നും എടുക്കില്ല, ഞാൻ ഏറ്റവും ഇതിൽ ഉദാഹരണത്തിന് ഖുഫറിൻ്റെ മേലെ തടവുക എന്നുള്ളത്. ഞാൻ എന്തായാലും കാല് കഴുകി തന്നെ ചെയ്യുള്ളൂ. അത് പാടില്ല, അത് ശരിയല്ല, യോജിച്ച കാര്യമല്ല അത്. അതേപോലെ തന്നെ യാത്രയാണെന്ന് ഉറപ്പുള്ള യാത്രയിൽ കസറാക്കാതിരിക്കുക. ഒരാൾക്കിത് യാത്രയിൽ പെടുമോ ഇല്ലയെന്ന് സംശയമുണ്ട്, അതുകൊണ്ട് അവൻ കസറാക്കില്ല, അത് വേറെ വിഷയം. പക്ഷെ യാത്രയാണെന്ന് അവന് നല്ല ഉറപ്പുണ്ട്, എന്നിട്ടും അതിൽ കസറാക്കാതിരിക്കുക. അതുകൊണ്ട് ചില ആളുകൾ പറഞ്ഞത് ലിത്മാമു ഫി സഫരി കുഫ്റുൻ, യാത്രയിൽ 4 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള നന്ദികേടിൽ പെടുന്ന കുഫറാണ്. മറ്റേ ഇസ്ലാമിന് പുറത്തു വന്ന കുഫറല്ല, മറിച്ച് അള്ളാഹുവിനോടുള്ള നന്ദികേടിൽ പെട്ടതാണ് യാത്രയിൽ ഒരാൾ 4 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത്. അള്ളാഹ് ഇളവ് വന്നിട്ട് നീ എന്ത് ചെയ്യുക, എനിക്കതൊന്നും വേണ്ടില്ല, ഞാൻ വളരെ ഇതൊന്നും ആവശ്യമില്ലാത്ത ഒരാളാണ് എന്ന രൂപത്തിൽ നീ അത് ചെയ്യാതിരിക്കുക. അൽഹംദുലില്ലാഹ്, അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹുവിന് മുൻപിലുള്ള ഉബൂദിയത്തിന്, അടിമത്തത്തിന് യോജിച്ചതല്ല. അത് അള്ളാഹിൻ്റെ അബിദാണ്. അവന് റുഖ്സ എന്നാൽ എടുക്കാൻ നിനക്ക് ആവശ്യമുണ്ട്, നീ ആവശ്യക്കാരനാണ്, നീ അതിന് ശുക്ർ ചെയ്യാണ് വേണ്ടത്. എന്നാൽ ഒരാൾ രോഗി ഈ അവസ്ഥയിൽ നോമ്പ് എടുത്താൽ അവൻ്റെ നോമ്പ് വീടുമോ? നോമ്പ് വിടും. ആ നോമ്പ് പിന്നെ ഖളാ വിട്ടണോ? വേണ്ടില്ല, നോമ്പ് സഹീഹാവും, നോമ്പ് സാധുവാകും. ഒന്നാമത്തെ അവസ്ഥ ഏതാണ്? രണ്ടാമത്തെ അവസ്ഥ എന്താ? വഇൻ തദററ ബിഹി ബിസിയാദതി മറദിഹി ഔ തഅഖുരി ബുർഇഹി ഔ തലഫിഹി, അവൻ നോമ്പ് എടുക്കുന്നത് കൊണ്ട് കഠിനമായ പ്രയാസം അവനുണ്ടാകും. ബിസിയാദതി മറദിഹി, അവൻ്റെ രോഗം കൂടുതൽ കഠിനമാകും. ഔ തഅഖുരി ബുർഇഹി, അവൻ്റെ രോഗം മാറുന്നത് വല്ലാതെ നീണ്ടുപോകും, വൈകിപ്പോകും. ഇത് നോമ്പെടുത്തു കഴിഞ്ഞാൽ അസുഖം മാറുന്നത് നീണ്ടുപോകും. അതല്ലെങ്കിൽ അവൻ്റെ രോഗം കഠിനമാകും, കൂടുതൽ പ്രയാസകരമായ രോഗത്തിലേക്ക് എത്തും. ഔ തലഫിഹി, തലഫ് 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 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻഷുറൻസിലൊന്നും കണ്ടിട്ടില്ല. തലഫ് എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചു പോകും, അവന് ഇല്ലാതെയായിപ്പോവും. പരിപൂർണമായ ഒരു കാര്യം നശിക്കുന്നത് തലഫ് എന്ന് പറയും. ഒന്നല്ലെങ്കിൽ അവന് പൂർണ്ണമായിട്ട് ഇല്ലാതെയായിപ്പോൾ, ആൾ മരിച്ചു പോകും.
അല്ലെങ്കിൽ അവന് അത്രയും കഠിനമായ പ്രയാസത്തിലേക്ക് എത്തും. വജബ അലൈഹിൽ ഫിത്റു, ഈ അവസ്ഥയിൽ അവൻ നോമ്പ് മുറിക്കാന്നുള്ളത് വജബ്, നിർബന്ധമാകും. ഈ അവസ്ഥയിൽ നോമ്പ് എടുക്കുന്നത് ഹറാമാണ്. എന്താ തെളിവ്? ഏതാ ആയത്ത്? ഇത് എന്തിലാ പെടുന്നത് ഇങ്ങനെ ചെയ്താൽ? വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ സ്വന്തം കൈകളെ നാശത്തിലേക്ക് കൊണ്ടുപോയി ഇടരുത്, സ്വയം തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോയി ഇടരുത്. ആത്മഹത്യയിലല്ലേ പെടുക? അതായത് തിരിച്ചറിഞ്ഞിട്ട് ആൾ മരിക്കുന്നു മനസ്സിലായിട്ട് പിന്നെയും നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ ഒരിക്കലും വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ വധിച്ചു കളയരുത്. വഇൻ ലം യശുഖ അലൈഹി വലം യദുറഹു വജബ അലൈഹി الصوم. വഇൻ ലം യശുഖ അലൈഹി, അവന് പ്രയാസമുണ്ടാക്കാത്ത വിധത്തിലുള്ള രോഗമാണ്, നോമ്പെടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയാസം ഉണ്ടാവില്ല. വലം യദുറഹു, അവനൊരു ഉപദ്രവവും ഉണ്ടാക്കില്ല, നോമ്പെടുത്ത് എന്നുള്ളതുകൊണ്ട് അവനൊരു പ്രയാസവും ഉണ്ടാവില്ല. എങ്കിലോ വേണമെങ്കിൽ എടുത്താൽ മതി എന്നാണോ? അല്ല, വജബ അലൈഹി الصوم, നോമ്പ് അവൻ്റെ മേൽ നിർബന്ധമാകും. എനിക്ക് ചിലർ പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞപ്പോൾ നഖത്തും ഒരു വേദന ഉണ്ട്, നഖം ഭയങ്കര വേദന ഉണ്ട്, നോമ്പ് ഒഴിവാക്കിയാലോ സഹിഹാവോ? ഇല്ല, ഹറാമാണ്, നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. അതല്ലെങ്കിൽ തലവേദന ഉണ്ട്, പല ആൾക്കാർക്കുണ്ട് നോമ്പ് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ദിവസം 1-2 ദിവസം ചിലപ്പോൾ തലവേദന ഉണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ ഒരു ചെറിയ ക്ഷീണമുണ്ടാകും. ഇതൊന്നും ഒരിക്കലും നോമ്പ് ഒഴിവാക്കാൻ അനുവാദം നൽകുന്ന തരത്തിലുള്ള അസുഖമല്ല. എന്തെങ്കിലും ഒരു അസുഖം ഇല്ലാത്തൊരവസ്ഥ പൊതുവെ മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല. ഏതെങ്കിലും തരത്തിൽ അസുഖം മനുഷ്യർക്ക് ഉണ്ടായിരിക്കും. പരിപൂർണ്ണ ആരോഗ്യവാനായിട്ടായിരിക്കില്ല പലപ്പോഴും ആൾക്കാർ ജീവിക്കുന്നത്. എന്തെങ്കിലും അസുഖം, പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് സ്വാഭാവികമാണ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെറിയ അസുഖം, ഒരു ചെറിയ ജലദോഷം, ഒരു ചെറിയ പനി, ചെറിയ തലവേദന, ഇതൊക്കെ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കഫാറത്തിൽ പെട്ടതും കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ വർഷം മുഴുവൻ നോമ്പെടുക്കാൻ പറ്റില്ല, എപ്പോഴും രോഗം തന്നെ ആയിരിക്കും. അപ്പോൾ രോഗം അവന് കടുത്ത പ്രയാസം സൃഷ്ടിക്കുമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അവന് പ്രയാസം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നോമ്പ് ഒഴിവാക്കാൻ പാടുള്ളൂ. ശരി, ആരോടാണ് നോമ്പ് ഒഴിവാക്കേണ്ട കാര്യം ഓരോരുത്തരും സ്വയം തീരുമാനിക്കുന്നതിന് പകരം ആ വിഷയം ആരോട് കൂടിയാലോചിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ കൂടിയാലോചിക്കണം, ഡോക്ടറോട് കൂടിയാലോചിക്കണം. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, പിന്നെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, ഡോക്ടർക്ക് നോമ്പ് ഡോക്ടർ മുക്കല്ലഫായിരിക്കണം. ഡോക്ടർ മുക്കല്ലഫായിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഭ്രാന്ത് പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ല, ഭ്രാന്തില്ലാത്ത പിന്നെ പ്രായപൂർത്തി എത്തിയ ആളായിരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കണം. അതുപോലെ തന്നെ മുസ്ലിം ആയിരിക്കണം എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഖിലാഫുണ്ട് വേണോ വേണ്ടെന്നുള്ളതിൽ. കാരണം ഡോക്ടർ എന്നുള്ളത് ഭൗതികമായൊരു കാര്യമാണ്, മുസ്ലിം ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അല്ലാഹു അലം മുസ്ലിം ആകുന്നതാണ് നല്ലത്. കാരണം അയാൾക്ക് നോമ്പിൻ്റെ പ്രയാസം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അയാൾ നോമ്പെടുക്കുന്ന ആൾക്കാരെ നോക്കി ഇവരെങ്ങനെ 30 ദിവസം നോമ്പെടുക്കുന്നതായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവാം. അവൻ്റെ കണ്ണിൽ ഇത് വലിയ എന്തൊരു പ്രയാസമായിരിക്കും. പക്ഷെ ഒരു മുസ്ലിമായ ഒരാൾക്കറിയാം നോമ്പ് എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമുള്ളതാണ്. പ്രത്യേകിച്ച് അൽഹംദുലില്ലാഹ് ഈ കാലഘട്ടത്തിൽ നോമ്പ് എത്രമാത്രം പ്രയാസമുണ്ടാക്കുമെന്ന് മുസ്ലിമായ ഒരാൾക്ക് മനസ്സിലാവും. അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട് ദാരിദ്ര്യവും മറ്റൊക്കെ ധാരാളം നീങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നോമ്പ് പലപ്പോഴും വളരെ എളുപ്പമാണ്. ഒരു വലിയ പ്രയാസമുള്ളൊരു ഇബാദത്ത് എന്ന് പറയാവുന്ന സ്ഥിതി പോലും പലപ്പോഴും ആ ഇബാദത്തിൽ അള്ളാഹ് അത്ര എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിമായ ഡോക്ടറോട് ഈ വിഷയം ചോദിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ 3 അമീനായിരിക്കണം, എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായിരിക്കണം. ദീൻ്റെ കാര്യങ്ങൾ തീരെ ശ്രദ്ധയില്ലാത്ത ഒരുത്തനോടാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ, ഒരു നിരീശ്വരവാദി ലിബറലിസ്റ്റ് മൈൻഡിൽ ജീവിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ അവൻ പറയും എന്താ, ആരോഗ്യമാണ് ഏറ്റവും വലുത്, നോമ്പ് ഒരിക്കലും എടുക്കേണ്ടില്ല എന്ന് പറയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എടുക്കേണ്ട സന്ദർഭത്തിൽ ചിലപ്പോൾ എടുക്കാൻ പറയില്ല. അപ്പോൾ ചോദിക്കുന്നത് ദീനിൻ്റെ കാര്യം കുറച്ച് ശ്രദ്ധിക്കുന്ന ആളുകളോട് ആയിരിക്കണം. അതുപോലത്തെ ഒന്നിലധികം ഡോക്ടർമാർ, അത് പലപ്പോഴും ദീനിൻ്റെ വിഷയങ്ങൾ സഹോദരങ്ങളെ, ഇപ്പോൾ പല ആൾക്കാരും ഇങ്ങനത്തെ പല വിഷയങ്ങൾ ചോദിക്കാറുണ്ട്. അബോർഷൻ ആയിട്ട് ബന്ധപ്പെട്ടത്, വൈദ്യവുമായി ബന്ധപ്പെട്ട കാര്യം ഒന്നിലധികം ആളുകളോട് ചോദിക്കുക.
അത് പലരും പറഞ്ഞേക്കണം. ഒരൊറ്റ ആളോട് ചോദിക്കുന്നതിന് പകരം ഒന്നിലധികം ആൾക്കാർ ചോദിക്കും. കാരണം ദീനിൻ്റെ കാര്യമാണിത്. അപ്പോൾ അതിൽ നമ്മളൊരു ഉറപ്പ് വരുത്താൻ വേണ്ടി ഒന്നിലധികം ആളുകളോട് ചോദിക്കുന്നത് നല്ലതാണ്. പക്ഷേ നിർബന്ധമില്ല. ഒരാളോട് ചോദിച്ചാൽ അൽഹംദുലില്ലാ, കാരണം നമുക്ക് ഒരാളെ വാക്ക് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടർ എന്തായിരിക്കണം? ഖബീറായിരിക്കണം, അനുഭവസമ്പത്തുള്ള അനുഭവപരിചയമുള്ള ഡോക്ടറായിരിക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ് ഈ കാലത്ത്. പലരും എല്ലാവരും ഡോക്ടർമാരാണ്. നെറ്റിൽ നോക്കിയിട്ടും മറ്റൊക്കെ ആൾക്കാർ ഡോക്ടർമാരാവുന്ന കാലമാണത്. അപ്പോൾ ഡോക്ടർ തന്നെ ആയിരിക്കണം, അല്ലാതെ ഡോക്ടർ എന്ന് പറയുന്ന ആൾക്കാരാവരുത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ആളുകളോട് ചോദിക്കാൻ പാടുള്ളൂ. അത് രോഗത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത രോഗിനോട് ചേർന്ന വിഷയമാണ് നമ്മൾ പറഞ്ഞു നിർത്തുക. അൽ മുഗ്മ അലൈഹി. ആരാ മുഗ്മ അലൈഹി? പുനർത്തുന്നത് ബോധം പോയ ആൾ, ബോധരഹിതൻ. ഇദാ ഉഗ്മിയ അലൈഹി ജമീഅൻ നഹാരി ലം യസിഹ സൗമുഹു. എന്താ അർത്ഥം? പകൽ ഭൂരിഭാഗമാണോ? മുഴുവൻ. പകൽ മുഴുവൻ. ജമീഅൻ നഹാർ. ഒരാൾ പകൽ മുഴുവൻ ബോധരഹിതനായാൽ, അതായത് ഫജറിൻ്റെ മുൻപ് ബോധം പോയി, മഗ്രിബ് കഴിഞ്ഞിട്ടാണ് ബോധം വന്നത്, അങ്ങനെ ഒരാൾ വന്നാൽ ലം യസിഹ സൗമുഹു, അവൻ്റെ നോമ്പ് ശരിയാവുകയില്ല. ഇതിപ്പോൾ ആർക്കൊക്കെ ബാധകമാവും? ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ പലർക്കും ഇത് ബാധകമാവും. SCUലോ അതിൽ വേറെ രോഗത്തിലോ, അല്ലെങ്കിൽ ആൾ ബോധം പോയിട്ട് രാവിലെ പോയതാണ്, പിന്നെ രാത്രി തിരിച്ചു വന്നത്. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് നോമ്പ് സഹീഹാവുകയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം രാത്രി നിയ്യത്ത് വെച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ, ഞാൻ അടുത്ത ദിവസം നോമ്പ് എടുക്കാനുള്ളതാണ്. പക്ഷെ അവൻ്റെ ബോധം പോയി. പിന്നെ അവന് ബോധം പോയിട്ട് എണീക്കുന്ന എപ്പോഴാണ്? രാവിലെയാണ്, മഗ്രിബിന് ശേഷമാണ്. എങ്കിൽ അവൻ്റെ നോമ്പ് ശരിയാവുകയില്ല. വജബ അലൈഹിൽ ഖദാഉ. ഖദാഉ വീട്ടുക എന്നത് അവൻ്റെ മേൽ നിർബന്ധമാണ്. ഖദാ വീട്ടണം. എന്താ ഇവനും മജ്നൂനും തമ്മിൽ വ്യത്യാസം? മജ്നൂന് ബുദ്ധിയില്ലാത്ത ആളാണ്, ഭ്രാന്തനാണ്. ഇവന് ബോധമില്ലാത്ത അവസ്ഥയാണ്, അസുഖം വന്നതാണ്. അവന് തീരെ ബുദ്ധി നഷ്ടപ്പെട്ടതല്ല, അവന് നിയമങ്ങളൊക്കെ ബാധകമായ ആൾ തന്നെയാണ്. ഇവിടെ പേർത്ത് വൈൻ അഫാഖ ജുസ്അൻ മിനൻ നഹാരി സഹ സൗമുഹു. വൈൻ അഫാഖ, അവന് ബോധം വന്നു, ജുസ്അൻ മിനൻ നഹാർ, പകലിൻ്റെ ഒരു ജുസ്, ഒരു കുറച്ച് ഭാഗമെങ്കിലും അവന് ബോധം വന്നു എന്ന് വിചാരിക്കുക, എങ്കിൽ സഹ സൗമുഹു, അവൻ്റെ നോമ്പ് സഹിഹാവും. എന്തുകൊണ്ട് സഹിഹാവും? അവൻ നിയ്യത്ത് കിട്ടി, അൽഹംദുലില്ലാ. രാവിലെ നിയ്യത്തുണ്ടായിരുന്നു, പകലിൽ കുറച്ച് നേരം എണീച്ചതോടുകൂടി അവന് കുറച്ച് സമയമെങ്കിലും ഉദ്ദേശപൂർവം നോമ്പുകാരനാണ് എന്ന നിയ്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ദേശപൂർവം ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നൊക്കെ വിട്ട് നിൽക്കലാണ്, അല്ലേ? അപ്പോൾ രാവിലെ കുറച്ച് നേരമെങ്കിലും അവൻ എണീച്ചിട്ടുണ്ടെങ്കിൽ എന്തായി? അൽഹംദുലില്ലാ, അവൻ നോമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അവസ്ഥ ആരോട് സാദൃശ്യമുള്ളതാണ്? ഉറക്കത്തിൽ പെട്ട ഒരാളുടെ അവസ്ഥയോട് സാദൃശ്യമുള്ളതാണ്. വൽ മജ്നൂനു മിസ്ലുഹു, ഇവനെ പോലെ തന്നെയാണ്. പക്ഷേ ഇല്ല അന്നഹു ലാ ഖദാ അലൈഹി ഇദാ ജുന്ന ജമീഅൻ നഹാർ. അവനെ സംബന്ധിച്ചിടത്തോളം അവന് പകൽ മുഴുവൻ ഭ്രാന്തുള്ള അവസ്ഥയിലായിരുന്നെങ്കിൽ അവൻ്റെ മേൽ ഖദാ ഇല്ല. കാരണം പകൽ മുഴുവൻ അവൻ എന്തായിരുന്നു? ഭ്രാന്തുള്ള അവസ്ഥയില്ല. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് നോമ്പേ നിർബന്ധമില്ല. അപ്പോൾ അവൻ ഖദാ വീട്ടേണ്ടതും ഇല്ല. എന്നാൽ ഇവനോ മുഗ്മ അലൈഹിയോ, അവൻ ഖദാ വീട്ടണം, കാരണം അവന് ഈ പറഞ്ഞ ഇളവില്ല. വസഹ സൗമു മൻ നാമ ജമീഅൻ നഹാർ, പകൽ മൊത്തം ഒരാൾ ഉറങ്ങിയാൽ അവൻ്റെ നോമ്പ് സഹീഹാവും. എന്തുകൊണ്ട് സഹീഹാവും? എന്തേ അവന് ബോധമില്ലാത്തവനെ പോലെ എന്ന് പറയാത്തത്? എന്തുകൊണ്ടായിരിക്കും നോമ്പുകാരന്? ഇത് പറഞ്ഞു, ഇതിൽ ഏതാണ്ട് ഖിലാഫില്ലാന്നാണ്. വളരെ ചുരുങ്ങിയ 1-2 ആൾക്കാരെ എതിരഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. അത് അത്രയും വ്യത്യസ്തമില്ലാത്ത മസലകളൊന്നാണ്. ഒരാൾ പകൽ മുഴുവൻ ഉറങ്ങിയാൽ അവൻ്റെ നോമ്പ് സഹീഹാവുന്നുള്ളത്. എന്നെ ഒരു കാരണം പറഞ്ഞത്, ഉറങ്ങുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊന്ന് തട്ടിയാൽ അവൻ എണീക്കുന്നതാണ്. മറ്റവന് അതേപോലെയല്ല. മുഗ്മ അലൈഹിനെ തട്ടിയാലോ എണീക്കോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ബോധം പോയെന്ന് അറിയില്ലല്ലോ. മനസ്സിലായില്ലേ? ബോധം പോയ ഒരാളെ സംബന്ധിച്ച് തട്ടിയാലോ എണീക്കോ? ഇല്ല, ബോധം പോയിട്ടിരിക്കുകയാണ്, ബോധമില്ല.
ഇന്ന് ബോധമുണ്ട്, ഇന്ന് ഉറക്കത്തിലാണെന്നുള്ളൂ. അപ്പോൾ ഒരാളങ്ങനെ പകൽ മുഴുവൻ ഉറങ്ങിപ്പോയാൽ, അപ്പോൾ നിങ്ങൾ ചില സമയത്ത് ഫിഖിൻ്റെ കിതാബ് എടുക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒക്കെ സംഭവിക്കാൻ ചിലപ്പോൾ ഒരാൾക്ക് സംഭവിച്ചേക്കാം, രണ്ടാൾക്ക് സംഭവിച്ചേക്കാം. ഫിഖ് പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ സംഭവിക്കുന്നത് മാത്രമല്ല പഠിക്കുക, ഇങ്ങനത്തെ സാധ്യത ഉള്ളത് പഠിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട്. കാരണം ഇങ്ങനെ സംഭവിച്ചാൽ എന്തുണ്ടാകും, മാത്രമല്ല ഇത് പൊതുവെ മസ്അലകൾ വേർതിരിച്ചു മനസ്സിലാക്കാൻ സഹായകമാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് നോമ്പുകാരന് ഈ വിധി, എന്തുകൊണ്ട് ബോധമില്ലാത്തവർ, രണ്ട് തമ്മിൽ വേർതിരിക്കാനുള്ള മാനദണ്ഡം നമ്മൾ അതിലൂടെ പഠിക്കുകയാണ്. എന്താ, ബോധമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനെ കുളിക്കാനും എണീക്കില്ല, മറ്റവനോ ഭ്രാന്തുള്ളവനോ അവന് തക്ലീഫില്ല. അവൻ്റെ ഇങ്ങനെ വേർതിരിക്കലുകളുണ്ട്, ഇന്ന ആൾക്കിതാണ്. ഇത് എവിടെയൊക്കെ ഉപകരിക്കും? വേറെ മസാലകൾ ഇതേപോലെ ഉപകരിക്കും, നോമ്പിന് മാത്രമല്ല വേറെ പല മസാലകളും ഇതേപോലെ വരും. ആ മസാലകളിലും ഈ പറഞ്ഞ കാര്യം പലപ്പോഴും ഖിയാസായി വന്നെത്തുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൽ പറയാം. ഇൻഷാ അല്ലാഹ് അടുത്ത ദർശനത്തിൻ്റെ ബാക്കി നമുക്ക് പൂർത്തീകരിക്കാം. വഹാദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം ബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.